Mindfulness is actually the space between your space between response and stimuli. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനിന മധ്യേ മഹാഭാരതേ. ഈ വിഷയം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതിനാണ് ഒരു മങ്കി മൈൻഡ്, മർക്കട മനസ്സ്, കുരങ്ങ് മനസ്സാണ് മനുഷ്യൻ്റേത്. ആ കുരങ്ങ് മനുഷ്യനെ കീഴ്പ്പെടുത്തുകയല്ല, അതിനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കുള്ളൂ. നമ്മൾ ജസ്റ്റ് നമ്മൾ സ്വയം നമ്മുടെ ബോഡി ഒന്ന് ചെക്ക് ചെയ്യുക, ഹൗ ബോഡി ഈസ്, ഹൗ അവർ ഫീലിങ്സ് ആർ, ഹൗ അവർ ഇമോഷൻ ഈസ്, വെദർ വി ആർ ഹാപ്പി, വി ആർ പ്ലസൻറ്റ് ഓർ നോട്ട്. If you are depressed, that means you are living in the past. If you are anxious, that means you are living in the future. രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇപ്പോൾ ഉള്ള വലിയ വലിയ നേതാക്കന്മാരായിക്കോട്ടെ, അവരെല്ലാം സഫറിങ്സ് ഒത്തിരി അവർക്ക് വരുന്നുണ്ട്. അവർക്ക് അത് ഒരു ഫാക്റ്റാണ്. സഫറിങ്സ് ഈസ് ദർ. സാധാരണ എല്ലാ മനുഷ്യരും സഫർ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ചില ആളുകൾ ലോൺലിനെസ്സിനെ സോളിറ്റ്യൂഡാക്കി മാറ്റും, ഏകാന്തയെ ധ്യാനമാക്കി മാറ്റി, സൈലൻസിനെ ധ്യാനമാക്കി മാറ്റി ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും. അതിനുണ്ടാകുന്ന നേട്ടം എന്താണ്? രോഗങ്ങളില്ലാത്ത ജീവിതം, അതല്ലെങ്കിൽ സക്സസ് ആയ ജീവിതം, റിച്ചായ ജീവിതം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. മനുഷ്യ ജീവിതത്തിലെ മഹാത്ഭുതമാണ് മനസ്സ്. നമ്മളെല്ലാ പ്രാവശ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെക്കുറിച്ചാണ്. മനസ്സിനെങ്ങനെ ശക്തി കൊണ്ടുവരാം, മനഃശക്തിയോടെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാൻ സാധിക്കും. ഞാൻ സംസാരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ പലപ്പോഴും ഞാൻ കാണാറുള്ളത്, ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുമ്പോൾ, അതല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ പല അനുഭവങ്ങളിൽ തളർന്നു പോയി മനസ്സിന് ശക്തിയില്ലാതെ പരാജയപ്പെടുന്ന ആളുകൾ. ഞാൻ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും മനസ്സ് ശക്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ മെയിൻ മിഷൻ. മനസ്സ് ഒരു അത്ഭുത ശക്തി. മനസ്സിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ ആ വ്യക്തിക്ക് വിജയത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കയറി പോകുവാൻ സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല ഉയർന്ന ആളുകളുമായി സംസാരിക്കാറുണ്ട്. അപ്രകാരം കണ്ടുമുട്ടിയൊരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് വീട്ടിൽ പോയപ്പോൾ ധാരാളം പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഉപനിഷത്തുക്കളും ഒപ്പം തന്നെ മനസ്സിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് വളരെ അഗാധ പാണ്ഡിത്യം നേടിയ വ്യക്തിത്വം എനിക്ക് വളരെ അത്ഭുതം തോന്നി. അപ്പോൾ അദ്ദേഹം ആർട്ട് ഓഫ് ലിവിങ്ങിൽ സർട്ടിഫിക്കേഷൻ അഡ്വാൻസ് കോഴ്സ് നേടിയ ആൾ, മൈൻഡ്ഫുൾനെസ്സിൽ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തിത്വം. തീർച്ചയായും വളരെ സ്നേഹത്തോടെ ഞാൻ ശ്രീ ഉണ്ണികൃഷ്ണൻ IFSനെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ. നമുക്ക് ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, എല്ലാവരും എന്നോട് ചോദിക്കുന്ന വിഷയം തന്നെയാണ്, മൈൻഡ്ഫുൾനെസ്. നമുക്കറിയാം, ഒരു മനുഷ്യന് ഏറ്റവും അധികം തൻ്റെ ശക്തി ഉപയോഗിക്കാൻ സാധിക്കുന്നത് മൈൻഡ്ഫുൾനെസ്സിലൂടെയാണ്. പലപ്പോഴും പറയും മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്. ജീവിതത്തിൻ്റെ പാർട്ടായാണ് മൈൻഡ്ഫുൾനെസ്സിനെ കാണേണ്ടത്. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിച്ച ലോകത്തിലെ ശക്തി മഹാന്മാരായ ആളുകൾക്ക് പലരും മൈൻഡ്ഫുൾനെസ് നേടിയവരായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ 5ാം നൂറ്റാണ്ടിൽ, BC 5ാം നൂറ്റാണ്ടിൽ ബുദ്ധ എന്ന് പറയുന്ന മഹത് വ്യക്തിത്വം, അദ്ദേഹമാണ് ഒരുപക്ഷെ സതി എന്ന് പറയുന്ന ആശയത്തിലൂടെ മൈൻഡ്ഫുൾനെസ്സിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ബുദ്ധ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, 4 പില്ലേഴ്സ് പറയുന്നുണ്ട്. ബുദ്ധയിൽ പറയുന്നതാണ്, ഒന്ന് ബോഡിയിൽ മൈൻഡ്ഫുൾനെസ് തിരിച്ചറിയുക, ഫീലിങ്ങിൽ മൈൻഡ്ഫുൾനെസ് തിരിച്ചറിയുക, മനസ്സിൽ മൈൻഡ്ഫുൾനെസ് തിരിച്ചറിയുക, ധർമ്മ ജീവിതത്തിൻ്റെ ഫങ്ഷനിൽ മൈൻഡ്ഫുൾനെസ് തിരിച്ചറിയുക. അത്ഭുത ശക്തിയാണതല്ലേ മൈൻഡ്ഫുൾനെസ്. അനുഭവങ്ങൾ നമുക്ക് പങ്കുവെച്ചുകൊണ്ട് ആരംഭിക്കാം. മൈൻഡ്ഫുൾനെസ് വളരെ അത്ഭുതവും എന്നാൽ ഏറ്റവും സിമ്പിളും ആയിട്ടുള്ളൊരു കാര്യമാണ്. മൈൻഡ്ഫുൾനെസ്സിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നൊരു ഇറ്റ്സ് ആൻ ഇന്നേറ്റ് capability in human being to be in the present every moment by moment, attending his body, observing his body, observing his feelings, observing his thoughts, and observing the surroundings also. All these 4 actually pillars എല്ലാം ഇത് വരുന്നുണ്ട്. അപ്പം മനസ്സിനെ ഓരോ നിമിഷവും, നിമിഷം ബൈ നിമിഷം, മൊമെൻറ്റ് ബൈ മൊമെൻറ്റ്, ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാത്രം കാണുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പാത്താണ് മൈൻഡ്ഫുൾനെസ്. ആ മൈൻഡ്ഫുൾനെസ് ഡോക്ടർ പറഞ്ഞ പോലെ സതി എന്നുള്ള പാലി ലിപിയിലുള്ള ബുദ്ധൻ്റെ 8-fold പാത്ത്. ശരിക്കും അതിനകത്ത് അനാസനാപതി എന്ന് പറയുന്ന ആശയം ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അത് തുടങ്ങിയത് ഇങ്ങനെയാണ്, അവരെല്ലാവരെയും മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെ വനത്തിൽ വിടുകയും അതിൻ്റെ അടിയിൽ ഇരുന്നുകൊണ്ട് സരാദ്യം പറഞ്ഞ പോലെയുള്ള മരത്തെ ഒബ്സർവ് ചെയ്യുക, മൃഗങ്ങളെ ഒബ്സർവ് ചെയ്യുക, പക്ഷികളുടെ ശബ്ദം ഒബ്സർവ് ചെയ്യുക, സ്വന്തം ശരീരം ഒബ്സർവ് ചെയ്യുക. അങ്ങനെ പിന്നീട് ഈ പാലി സ്ക്രിപ്റ്റ് ഡേവിഡ് പോലെയുള്ള ആളുകളെല്ലാം കണ്ടുപിടിക്കുകയും അത്
പല ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്ത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ മൈൻഡ്ഫുൾനെസ് എന്ന ആശയത്തെക്കുറിച്ച്. പക്ഷേ എനിക്ക് തോന്നുന്നത് സാർ പുരാണങ്ങളിലും ഉപനിഷത്തുകളും നമുക്ക് അഗാധ പാണ്ഡിത്യമുള്ള ആളായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് ബുദ്ധന് മുമ്പ് BC 5 മുമ്പ് തന്നെ ഉപനിഷത്തുകളിലും ഒപ്പം തന്നെ പുരാണങ്ങളിലും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും അത് ശരിക്കും പറയാൻ നമുക്കിടെ ഭഗവത്ഗീതയാണല്ലോ ഭാരതം ത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് മഹാഭാരതത്തിലുള്ള ഒരു സംഗതിയാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതേ. മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ അദ്വൈതാമത വർഷിണിയും ഭഗവതിയും 18 അധ്യായനും 18 അധ്യായങ്ങളായിട്ട് അമ്പാത്വാമനു സന്തതാമി ഭഗവത്ഗീതയെ ഭഗവത്ദൂഷ്. അത് ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത 18 അതുകൊണ്ട് 700 വേഴ്സസേ ഉള്ളൂ, 700 വേഴ്സസ് ഉള്ളൂ. പക്ഷെ അത് പോകുന്ന വഴി മുഴുവൻ ഈ മനസ്സിൻ്റെ അനാലിസിസാണ്. അപ്പോൾ അതിൽ തന്നെ ധാരാളം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അർജുനൻ ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ വെച്ചിട്ടാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് എങ്ങനെ ഞാൻ യുദ്ധം ചെയ്തു തന്നെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ മുത്തച്ഛൻ, എന്നെ ആയോധന വിദ്യ പഠിപ്പിച്ച മുത്തച്ഛൻ ഭീഷ്മർ, ഞങ്ങളുടെ എല്ലാം പ്രപിതാമഹൻ, പിന്നെ കൂടെ നിൽക്കുന്നവരെല്ലാം 100 സഹോദരങ്ങളാണ്. ഈ പറയുന്നവരെല്ലാം എതിരെ നിൽക്കുന്നവർ ബന്ധുക്കളാണ്, മിത്രങ്ങളാണ്, മഹാവീരന്മാരായുള്ള ഇവരെല്ലാം കൊന്നിട്ട് ഞാൻ ജയിച്ചിട്ട് എന്ത് കാണിക്കാൻ. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു സംശയത്തിൽ വന്നിട്ട് ഇയാൾ ശരിക്കും പറഞ്ഞ ആയുധം താഴെ വെച്ച് തളർന്ന് വീഴുവാണ് യുദ്ധകളത്തിൽ. മൂത്ത ജ്യേഷ്ഠനായ കർണനുണ്ട് ഓപ്പോസിറ്റ്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ ഇയാളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇയാളെ മാനസികമായിട്ട് ഈ തളർന്ന് വീണ മനുഷ്യനെ സജീവമാക്കുന്ന രംഗമാണ് ഭഗവത്ഗീതയിലുള്ളത്. ഭഗവത്ഗീതയിലും ശരിക്കും പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയ മനുഷ്യന് ജീവൻ കൊടുക്കാൻ, ശക്തി കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വേ ഓഫ് ലൈഫാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ ആദ്യം പറഞ്ഞ വാക്കാണ് ലിവ് ഇൻ ദ മൊമെൻറ്റ്, ലിവ് ഇൻ ദ പ്രസൻറ്റ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നും, പക്ഷേ അനവധി ആളുകൾക്ക് ഇപ്പോഴും മൈൻഡ്ഫുൾനെസ് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ അറിയുകയില്ല എന്ന് എൻ്റെ എക്സ്പീരിയൻസ്. കാരണം ധാരാളം ആളുകൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മൈൻഡ്ഫുൾനെസ് എന്ന വാക്ക്, സതി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അറ്റൻഷൻ, ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഫോക്കസ് ഉണ്ടാക്കുക. അറ്റൻഷൻ എന്ന് പറയുന്നത് എന്നിൽ തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലേ? സ്വന്തമായ ശ്രദ്ധയിലാണ് ആദ്യം ആരംഭിക്കുന്നത്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിയറ്റ്നാമീസ് സെൻ മാസ്റ്റർ താച്ച് ആൻഡ് ഹാൻ എന്ന് പറയുന്ന നാറ്റ് ഹാൻ, അദ്ദേഹം വളരെ മനോഹരമായ പുസ്തകമാണ് ദ മിറാക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ്. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തിരമാലകളെ കീഴടക്കുവാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ തിരമാലകളുടെ മുകളിലൂടെ നിങ്ങൾക്ക് സർഫ് ചെയ്ത് പോകുവാൻ സാധിക്കും. നമ്മുടെ പൊതുവെ പറയുന്നത് ഒരു ദിവസം 60,000 മുതൽ 70,000 വരെ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുകയാണ്. ഒരു മങ്കി മൈൻഡ്, മർക്കട മനസ്സ്, കുരങ്ങ് മനസ്സാണ് മനുഷ്യൻ്റേത്. ആ കുരങ്ങ് മനുഷ്യനെ കീഴ്പ്പെടുത്തുകയല്ല, അതിനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും പരാജയങ്ങളുടെ നടുവിലാണ് മനുഷ്യർ മൈൻഡ്ഫുൾനെസ് എന്ന ജേർണിയിലേക്ക് കടന്നു വരാറുള്ളത്. ഇപ്പോൾ ഇപ്പോൾ ഓപ്ര വിൻഫ്രി, അതല്ലെങ്കിൽ ഡോക്കോവിച്ച്, അതുപോലെ വളരെ പ്രശസ്തരായ ആളുകൾ മൈൻഡ്ഫുൾനെസ് എന്ന പ്രാക്ടീസിലൂടെ ഷാർപ്പ് ഫോക്കസ്, അറ്റൻഷൻ നേടി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് വിജയിക്കാൻ സാധിച്ചവരാണ്. മാത്രമല്ല പരാജയങ്ങൾ വരുമ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അതിനെ നിഷ്പ്രയാസം നേടുവാൻ സാധിക്കും. പലരും ജീവിതത്തിൽ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങൾ നടത്തുന്നു, പിന്മാറ്റങ്ങൾ നടത്തുന്നു. പക്ഷേ ഏത് പരാജയം വന്നാലും ഇപ്പോൾ ബുദ്ധ എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യമാണ് ഇംപെർമിയൻസ്. നത്തിങ് ഈസ് പെർമനൻറ്റ്, ഒന്നും പെർമനൻ്റ് അല്ല. ദിസ് ടു ഷാൽ പാസ്. ഈ സങ്കടം വന്നാൽ സങ്കടവും പോവും, സന്തോഷം വന്നാൽ സന്തോഷവും പോവും. നല്ല ബന്ധങ്ങളാണെങ്കിൽ അതും നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. അതുപോലെ പറയുന്നൊരു കാര്യമാണ് സഫറിങ്സ് അല്ലേ? സഫറിങ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 2 പ്രൊഫൗണ്ട് റിയലൈസേഷനിലേക്ക് മനുഷ്യനെ നയിക്കാനായി സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധ ഈ മനുഷ്യനെ വൃക്ഷത്തിൻ്റെ കീഴിലിരുത്തി ആ മനസ്സ് പ്രകൃതിയെ ധ്യാനിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ശ്രീ ശങ്കരാചാര്യം പറയുന്നൊരു മനോഹരമായ ആശയമാണ് അദ്വൈത എന്ന് പറയുമ്പോൾ ഞാനും നീയും ഒന്നാണ്, അല്ലെങ്കിൽ പ്രപഞ്ചവും ദൈവവും ഞാനും ഒന്നാണ്, ഈ ഭൂമിയും ഞാനും എല്ലാം ഒന്നാകുന്ന അവസ്ഥ. ഈ താവോയിസത്തിൽ വളരെ പ്രധാനപ്പെട്ട സെൻ ഗുരുക്കളിൽ പറയും, താവോ സെൻ ഗുരു പറയുന്നൊരു കാര്യമാണ്, ഇഫ് യു ആർ ഡിപ്രസ് ദാറ്റ് മീൻസ് യു ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ്. ഇഫ് യു ആർ ആങ്ഷ്യസ് ദാറ്റ് മീൻസ് യു ആർ ലിവിങ് ഇൻ ദ ഫ്യൂച്ചർ. ഇഫ് യു ആർ പീസ്ഫുൾ യു ആർ ലിവിങ് ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോൾ സന്തോഷം വേണോ, സമാധാനം വേണോ, ജീവിതത്തിൽ മനോഹരമായ ഒരു
ഉന്മാദമല്ലെങ്കിൽ കൂടെയും ഒരു പർപ്പസ്ഫുള്ളായി ജീവിക്കണമെങ്കിൽ വേണ്ട കാര്യമാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. അത് ബുദ്ധൻ മാത്രമല്ല, ഇവൻ വിശുദ്ധ ഖുറാനിലും ഒപ്പം തന്നെ വിശുദ്ധ ബൈബിളിലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 വാക്കാണ് അതിന്: ഫ്യൂച്ചർ, പാസ്റ്റ്, പ്രസൻറ്റ്. പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് എ ട്രൂത്ത്. പ്രസൻറ്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രസൻറ്റ്. ടുഡേ എന്ന് പറയുന്നത് ഗിഫ്റ്റാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ടുഡേ ഈസ് എ ഗിഫ്റ്റ്, ടുഡേ ഈസ് എ പ്രസൻറ്റ്. ഇന്നിൽ ജീവിക്കുക, ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ധാരാളമായിട്ട് വായിക്കുന്ന പുസ്തകമാണ് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച്. ഫോർ എക്സാമ്പിൾ, S.J. സ്കോട്ടിൻ്റെ പുസ്തകമുണ്ട് 75 മെത്തേഡ്സ് ഓഫ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ്സിനകത്ത് 2ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന് ഇൻഫോർമൽ മൈൻഡ്ഫുൾനെസ്, രണ്ട് ഫോർമൽ മൈൻഡ്ഫുൾനെസ്. ഫോർമൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, ബ്രെത്തിങ് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം. ഇങ്ങനെ ഇൻറ്റൻഷണലായി നമ്മൾ ഇരുന്ന് ചെയ്യുന്ന കാര്യമാണ് ഇൻറ്റൻഷണൽ അല്ലെങ്കിൽ ഫോർമൽ മെഡിറ്റേഷൻ. ഇനി ഇൻഫോർമൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ് ഈ ഡെയിലി ലൈഫ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൊണ്ടുവരിക. ഇപ്പോൾ ജോൺ കബാറ്റ്സൺ, അദ്ദേഹമാണ് ദ ഫാദർ ഓഫ് സെക്കുലർ മൈൻഡ്ഫുൾനെസ് എന്നറിയപ്പെടുന്ന ആൾ. അദ്ദേഹമാണ് ഇത് പോപ്പുലറൈസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞ താജ് നാൻ ഹാനും അവർ പറയുന്നത്, എങ്ങനെ ഡെയിലി ലൈഫിൽ നമുക്ക് ജീവിതത്തെ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ മനോഹരമായ ഒരു വാക്കാണ്: ദ പ്രസ്റ്റീജിയസ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ടു സമ്മൺ എൽസ് ഈസ് ഗിവിങ് യുവർ പ്രസൻസ് വെൻ യു ആർ ടോക്കിംഗ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കുടുംബത്തിൽ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ആ സംസാരത്തിൽ ഇൻവോൾവ് ആകുന്നത്? പലപ്പോഴും നാം യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്യുന്നില്ല, നമുക്കത് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല. പല ആളുകളും പറയുന്നൊരു കാര്യമാണ്: എനിക്ക് ജോലി സന്തോഷമൊന്നും കിട്ടുന്നില്ല, എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുന്നില്ല, എൻ്റെ ജോലിയിൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ നിരാശയാണ്, എനിക്ക് ജോലിയുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ എനിക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മൈൻഡ്ഫുൾനെസ് ആണ് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ശക്തിമത്തായ വ്യക്തിയാക്കി മാറ്റുവാൻ സാധിക്കും, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നമുക്ക് ഫോർമൽ മെഡിറ്റേഷനും ഇൻഫോർമൽ മെഡിറ്റേഷനും സംസാരിക്കുമ്പോൾ തന്നെയും ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീ ഉണ്ണികൃഷ്ണൻ സാറ് 25 വർഷമായി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്യുകയും ജീവിതത്തിലെ പരാജയത്തിൽ നിന്ന് മുന്നോട്ട് കടന്നു വന്ന് മൈൻഡ്ഫുൾനെസ്സിലൂടെ ഒരു വലിയ മാറ്റം കണ്ടെത്തിയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരു വേയിൽ നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ബേസിക്കലി ഈ കുറേയധികം മൈൻഡ്ഫുൾനെസ്സുമായിട്ടുള്ള ബന്ധം വരണമെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ബേസിക്കലി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേയധികം സെറ്റ് ബാക്ക്സ് എനിക്കുണ്ടായിട്ടുണ്ട്. ഫിസിക്കലായിട്ടുള്ള ഒത്തിരി സഫറിങ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ 70 feet ഡൗൺ താഴേക്ക് പോയിട്ടു. ഒരു വൈൽഡ് ലൈഫ് അറ്റാക്കിലാണ്. ഇന്നത്തെ പോലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ പോലെ അന്ന് ഒരിക്കലുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഫിസിക്കലായിട്ട് 1 year നടക്കാൻ തന്നെ വിഷമിച്ചിട്ടുള്ള അവസ്ഥ. ആ സമയത്ത് പലപ്പോഴും അങ്ങനെയുള്ള പല സമയത്ത് എനിക്ക് വളരെ തളർന്നു പോയിട്ടുണ്ട്. പലപ്പോഴും ആരുമില്ലാത്ത, ഫ്രണ്ട്സൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും ജോലി ചെയ്യുന്ന സാഹചര്യത്തിലും വളരെയധികം ചില സെറ്റ് ബാക്ക്സ്, അത് പറയാനും തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും വലിയ സെറ്റ് ബാക്ക്സൊക്കെ ജീവിതത്തിൽ നേരിട്ടു. പ്രത്യേകിച്ച് 2002 അനുഭവിച്ചൊക്കെ ആ സമയത്തൊക്കെ വളരെയധികം ഞാൻ വളരെ വിഷമിച്ചു പോയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പിന്നെ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ബേസിക്കായിട്ടുള്ള ഈ ആർട്ട് ഓഫ് ലിവിങ് കോഴ്സൊക്കെ ഞാൻ കഴിഞ്ഞായിരുന്നു. അപ്പം ഞാനപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയമാണ്, വെറുതെ ജോലിയൊന്നും ഇല്ല, ഒരവസ്ഥ അത് കൂട്ടിക്കൊള്ളും. അങ്ങനെ ഒരു കാര്യം ഇടയ്ക്കുന്ന ആഡ് ചെയ്യാൻ, ഈ ലോൺലിനെസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോയ്സണസ് തിങ് ഇൻ ദ മോഡേൺ വേൾഡ് എന്ന് പറയും. ചിലപ്പോൾ ലോൺലിനെസ്സും സോളിറ്റ്യൂഡ് 2 വാക്കുണ്ടല്ലോ. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തം അനുഭവിക്കുക. ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ റിസർച്ചെല്ലാം വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് 10 വർഷം വരെ കുറയ്ക്കാൻ ഇടയാക്കുന്ന, മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് ലോൺലിനെസ്. പക്ഷേ ചില ആളുകൾ ലോൺലിനെസ്സിനെ സോളിറ്റ്യൂഡാക്കി മാറ്റും, ഏകാന്തത്തെ ധ്യാനമാക്കി മാറ്റി, സൈലൻസിനെ ധ്യാനമാക്കി മാറ്റി ജീവിതത്തിന് മാറ്റം കൊണ്ടുവരും. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ലോൺലി ആയി പോയ സമയം, ഇപ്പോൾ പലപ്പോഴും ഇന്ന് സ്റ്റഡീസൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈവൻ കുടുംബ ബന്ധങ്ങളിലുള്ളവരിൽ തന്നെയും 40 മുതൽ 60% ആളുകൾ വരെ ഏകാന്തം അനുഭവിക്കുകയാണ്. ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ കൂടെയും ഏകാന്തരായി പോകുന്ന, എം ജി വാസുദേവൻ സാർ പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തിൽ തനിയെ. അത് ശരിയാണ്. അങ്ങനെ ഒരു വലിയൊരു ഏകാന്തമായിട്ടുള്ള ഒരു നീണ്ട കുറേ വർഷങ്ങൾ എനിക്ക് 2-3 വർഷം ഫേസ് ചെയ്യേണ്ടത്. അത് പിന്നെ വല്ലാതെ തളർത്തിയായിരുന്നു. ആ സമയത്ത് അതിൻ്റെ തുടക്കകാലത്തിൽ എന്നെ അന്ന് എനിക്ക് ഒരു പ്രായമുള്ള ഒരു
ദമ്പതിമാരാണ്. അവർ ബാംഗ്ലൂരിൽ പോവുകയും ശ്രീ രവിശങ്കർ ആശ്രമത്തിൽ പോവുകയും അദ്ദേഹം അവരുമായിട്ട് വളരെ പേഴ്സണലായിട്ട് ശ്രീ രവിശങ്കറുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു പിന്നെ അഡ്വാൻസ് ഇതിൻ്റെ ബുക്ക് ചെയ്തു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഞാൻ അഡ്വാൻസ് കോഴ്സ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ ഭാഗ്യം കൊണ്ട് ശ്രീ രവിശങ്കർ നേരിട്ട് തന്നെയാണ്. ഞാൻ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. ശരിക്കും ആർട്ട് ഓഫ് ലിവിങ് വ്യക്തിപരമായിട്ട് സ്മൈൽ എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്, എസ് എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സിൽ പോകുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരു സ്മൈൽ അല്ലെങ്കിൽ വൈബ്രൻസി ഉണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഞാൻ ഈ എന്താണ് ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ആണ് ജോൺ കബാറ്റ്സൺ. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിലീസ്. ഇപ്പോൾ നമ്മൾ MBSR. അപ്പോൾ അദ്ദേഹമാണ് അത് വളരെ പോപ്പുലറൈസ് ചെയ്തത്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദലൈലാമ അദ്ദേഹമാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്സിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഞാൻ പല സയൻറ്റിസ്റ്റും ടെഡ് ടോക്ക് എല്ലാം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദലൈലാമയും സംസാരിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ന്യൂറോ സയൻറ്റിസ്റ്റാണ്, നിങ്ങൾ റിസർച്ചറാണ്, നിങ്ങൾ എന്തുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിന് ശക്തി കൂട്ടാൻ കഴിയുന്ന അത്യപൂർവ ശക്തിയായ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പഠിക്കുന്നില്ല? അങ്ങനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത പല ആളുകളും അവർ പിന്നീട് അതിനെ ശാസ്ത്രീയമായി പഠിക്കുകയും ഇത് സ്ട്രെസ്സ് മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയായി കാണുന്നു. സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി മാത്രമല്ല, സ്ട്രെസ്സ് മാറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് രോഗങ്ങളില്ലാതെയാകുന്നു. അവർക്ക് സൈക്കോസൊമാറ്റിക് ആണല്ലോ. അപ്പോൾ സൈക്കോസൊമാറ്റിക് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ മനുഷ്യൻ്റെ ഇപ്പോൾ നമുക്കറിയാം റിച്ച് ആയിട്ടുള്ള പല ആളുകളും മൈൻഡ്ഫുൾനെസ്സിലൂടെ കയറി വന്നവരാണ്. ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ഓപ്ര വിൻഫ്രി ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. അപ്പോൾ അവരെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി ഒന്നുമില്ലാതെ നരകിച്ച് ജീവിച്ച ഒരാൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറി വരികയാണ്. അപ്പോൾ ഒരു ഡെലിവറൻസിന് ഉപയോഗിക്കാൻ കഴിയുന്ന ശക്തമായൊരു ടൂളാണ് മൈൻഡ്ഫുൾനെസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും പലർക്കും അറിയില്ല. ശരിക്കും നമുക്ക് വേണമെങ്കിൽ ദുരിതപൂർണ്ണമായ ജീവിതത്തിൽ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ജീവിക്കാം. എൻ്റെ ജീവിതം ദുരിതമായി പോയല്ലോ, എൻ്റെ ജീവിതം കഷ്ടമായി പോയല്ലോ, എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയല്ലോ. പക്ഷേ ഞാൻ അനേകം ആളുകളെ കണ്ടിട്ടുണ്ട്, കൺസൾട്ടേഷന് വരും, സംസാരിക്കും, അവരെപ്പോഴും അവരുടെ പാസ്റ്റിൽ ജീവിക്കുകയാണ്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഡിപ്രസിങ് തിങ് ഇൻ ദ വേൾഡ് ഈസ് ലിവിങ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഈ ബുദ്ധ ഫിലോസഫിയിൽ പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ സഫറിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അതായത് ഡോക്ടർ പറഞ്ഞ വളരെ ശരിയാണ്. ഈ ആക്ച്വലി നമ്മൾ ഡിസ്ട്രാക്റ്റഡാണ്. ഒരാൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾ വണ്ടി ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സെൻസ് വേറെ സെൻസിലേക്ക് പോകണം. അത് ഈ ആളുകൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 6,000 to 60,000 തോട്ട്സാണ് ഒരു ദിവസം വരുന്നത്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 4 തൊട്ട് 6 തൊട്ട് വരെ ചിലപ്പോൾ 40 വരെ പോകുന്നുണ്ട്. പല തോട്ട്സ് റിപ്പീറ്റ്. ഏറ്റവും രസകരമായിട്ടുള്ളത് അത് തന്നെയാണ്. കാരണം ഈ 100% ചിന്തകൾ അല്ലെങ്കിൽ 60,000 തോട്ടുകളിൽ 90% നെഗറ്റീവാണ്. ഈ അതിൻ്റെ 90% റിപ്പീറ്റ്. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ നമ്മൾ മങ്കി മൈൻഡ് എന്ന് പറയുമല്ലോ, മർക്കട മൈൻഡ്. ഇവിടെ നിന്ന് ചാടി അങ്ങോട്ട് മാറും, തിരിച്ച് ഇങ്ങോട്ട് ചാടും. വേറെ വളരെ ഒരു മനോഹരമായ ഉദാഹരണമുണ്ട്. ഒരു പുതിയ പപ്പിയെ നാം മേടിച്ചു കഴിഞ്ഞാൽ അതിനെ സന്തോഷമായി ഒരു സുഖകരമായ ഒരു മേശപ്പുറത്ത് ഇരുത്തി കഴിഞ്ഞാൽ അതവിടെ ഇരിക്കില്ല, അത് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. ഇത് തന്നെയാണ് മനസ്സിന് എത്ര കാം ചെയ്യാൻ ശ്രമിച്ചാലും സാധാരണഗതിയിൽ സാധിക്കില്ല. 99% ആളുകൾ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഒരു പപ്പി അല്ലെങ്കിൽ മങ്കി മൈൻഡുമായി നടക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കതിൻ്റെ കടിഞ്ഞാൻ കിട്ടുകയാണെങ്കിൽ, മനസ്സിനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഡെസ്റ്റിനി ഞാൻ തീരുമാനിക്കുമെന്ന് പറയാനുള്ള ആ മൈൻഡ്ഫുൾനെസ് കിട്ടുകയാണെങ്കിൽ, അവിടെയാണ് നമ്മൾ പറഞ്ഞു തരുന്ന പോയിന്റ്. അപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൽ ആ ഒരു ആദ്യം തന്നെ ഒരു ക്ലാസ്സിൽ പറയുന്നത് ബി ഇൻ ദ പ്രസൻറ്റ് ഓൾവേസ് ബി ഇൻ ദ, അല്ലേ ഡോക്ടർ ഓർമ്മയുണ്ടാവും, ഓൾവേസ് ബി ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോഴത്തെ പ്രസൻറ്റിൽ മാത്രം ജീവിക്കും, മറ്റു കാര്യങ്ങൾ വിട്ടേക്ക്. അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ ഒരു തോട്ട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു മിനിറ്റിൽ 40 തോട്ട്സ് ഉണ്ട്. അതിൽ 60% തോട്ട്സും പാസ്റ്റിനെ പറ്റിയുള്ള റിഗ്രറ്റ്സും സാഡ്നെസ്സുമാണ്. അല്ലെങ്കിൽ ഒരു 15%, ബാക്കി വരുന്ന 15% തന്നെയാണ് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആങ്സൈറ്റിയാണ്. സോ ഈ സാഡ്നെസ്സും റിഗ്രറ്റ്സും ആങ്സൈറ്റി മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മാത്രമേ, വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി പ്രസൻറ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരുമ്പോൾ പാസ്റ്റും പോയി ഫ്യൂച്ചറും പോയി. അപ്പോൾ ഇത് വേറൊരു മനോഹരമുള്ളൊരു അവസ്ഥ എന്താ വെച്ചാൽ, ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്തു, അതിൽ മാത്രം ശ്രദ്ധിച്ചു, അതിൽ എൻജോയ് ചെയ്തു. ആ സമയത്തുണ്ടാകുന്ന തോട്ട്സിനെ പറ്റി ചിന്തിച്ചു, ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണെന്ന് വെച്ചോ.
അയാൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മിക്കവാറും ശരിയായിരിക്കും. കറക്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അയാളുടെ പാസ്റ്റ് വാസ് ഗുഡ്. റൈറ്റ്. So after 1 year he is following this mindfulness means his last 1 year was good. If he has practiced this thing for 5 years, his first 5 years are good. Of course അത് പാസ്റ്റ് ശരിയായില്ലേ, അപ്പോൾ പാസ്റ്റിനെ പറ്റി പിന്നെ വെറി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഫ്യൂച്ചർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പോയി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫ്യൂച്ചറും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാനുള്ള വഴിയില്ല. സോ ദാറ്റ് ഈസ് ആക്ച്വലി മൈൻഡ്ഫുൾനെസ്. പാസ്റ്റിനെയും പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ശരിയാക്കാനുള്ള ഒരു വിദ്യയാണ് മൈൻഡ്ഫുൾനെസ്. അതിനിപ്പോൾ ABC ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നൊരു ആശയമുണ്ട്. ഒന്നാമത് A മീൻസ് അവെയർനെസ്, നമ്മെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുക, പരിസരത്തെക്കുറിച്ച് ബോധ്യമുണ്ടാക്കുക. B ബ്രത്തിങ്, ടേക്ക് എ ബ്രത്ത്. C ചൂസ്, ചോയ്സാണ്. സന്തോഷം എന്ന് പറയുന്നത് ചോയ്സാണ്. ഞാനൊരു കാര്യത്തെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് ഡ്രൈവിംഗ്, മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ്, മൈൻഡ്ഫുൾനെസ് വാക്കിംഗ്, മൈൻഡ്ഫുൾനെസ് ജോബ്, ഇതെല്ലാം നമ്മുടെ അവെയർനെസ്സാണ്. അതിനുശേഷം നാം ബ്രത്ത് ചെയ്യുമ്പോൾ ഓക്കെ, ബ്രത്ത് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ദ പ്രസൻറ്റ്. നമ്മെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു. അതാണ് ആദ്യം പറഞ്ഞ ബുദ്ധ ഫിലോസഫി പറഞ്ഞത്. In between body and mind there is a bridge. That bridge is called breath. ബോഡി So if you ബോഡിയിലും മൈൻഡും കൂടെ ഉള്ള ഒരു പാലമാണ്. So if you are in the breath means you are in the present. ചോയ്സ്. പ്രസന്റ് ആവും. ബ്രത്തിൽ ശ്രദ്ധിക്കുമ്പോൾ പ്രസന്റ് ആയല്ലോ. ഇൻഹേൽ ആൻഡ് എക്സേൽ, അതെല്ലാം ബ്രത്ത്. ശരിക്കും മൈൻഡ്ഫുൾനെസ്സിനും അത് സ്ട്രെസ് റിലീഫിനും ഏറ്റവും ബെസ്റ്റ് ടൂളായിട്ട് പറയുന്നത് ബ്രത്തിങ് ആണ്. വെൻ യു ഒബ്സർവ് യുവർ ബ്രത്ത് യു ആർ കമ്മിങ് ടു ദ പ്രസൻറ്റ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൂളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ചോയ്സ്. നാം തിരഞ്ഞെടുക്കണം, സന്തോഷിക്കണമോ സന്തോഷിക്കാതിരിക്കണമോ. ഇറ്റ്സ് എ ചോയ്സ്. ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് നമ്മൾ പൊതുവെ പറയാറുണ്ട് ലേബൽ ഇറ്റ് അല്ലെങ്കിൽ നോട്ട് ഇറ്റ്. പല ആളുകളും എല്ലാവരും അല്ലെങ്കിൽ എല്ലാ ആളുകളും പല ചിന്തകളിലൂടെ കടന്നു പോവുകയാണ്. ഒരു നിമിഷം പോസ് ചെയ്ത ശേഷം ഒന്ന് ലേബൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ ഫീലിംഗ് എന്താണ്? ഞാൻ സന്തോഷമാണോ, സങ്കടമാണോ, ദുഃഖമാണോ, ആനന്ദമാണോ, പ്രതീക്ഷയാണോ? പലപ്പോഴും ലേബൽ ചെയ്ത് ഒന്ന് എഴുതി കഴിഞ്ഞാൽ, നോട്ട് ചെയ്താൽ തന്നെ അതൊരു വളരെ ഹൈ ആയിട്ടുള്ളൊരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ABC അവെയർനെസ്, ബ്രത്തിങ്, ഒപ്പം തന്നെ ചോയ്സ്, ചൂസ്. അതൊരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ആശയമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മൈൻഡ്ഫുൾനെസ് നമുക്ക് പലപ്പോഴും നമുക്ക് ഡെയിലി ലൈഫിൽ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഡെയിലി ലൈഫിൽ എപ്പോഴും ചെയ്യാവുന്നതാണ്. ഒരു ഉദാഹരണമായിട്ട് മൈൻഡ്ഫുൾ വേക്കപ്പ് ഉണ്ട്. യെസ്. ഹൗ യു ഡു മൈൻഡ്ഫുൾ വേക്കപ്പ്. എഴുന്നേക്കുന്ന വഴിക്ക് നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നത്, എല്ലാവരും എഴുന്നേക്കുന്നുണ്ട്. എഴുന്നേക്കുന്ന വഴിക്ക് പിന്നെ സഡനായിട്ട് എഴുന്നിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോകാതെ ജസ്റ്റ് സിറ്റ്. ഇപ്പം മൈൻഡ്ഫുൾനെസ്സിൻ്റെ സംഗതി തന്നെ നമ്മുടെ സ്പീഡിൽ നിന്ന് സ്ലോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് സിറ്റ് ദെയർ. നമുക്ക് പ്രാണായാമം അറിയുന്നവർക്കാണെങ്കിൽ പ്രാണായാമം ചെയ്യാം. അല്ലാത്തവർക്കാണെങ്കിൽ വെറുതെ ഇരുന്ന് 4-5 ബ്രെത്ത് ഇങ്ങനെ വെറുതെ വിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുക. പിന്നെ രണ്ടാമത് നമുക്ക് ചില പ്രതിജ്ഞകൾ എടുക്കാം. മനുഷ്യജന്മത്തിൽ ലൈക്ക് വാട്ട് ഹെൽപ്പ് ഐ ക്യാൻ ഡു ടു സംബഡി എൽസ്. നേരത്തെ ഡോക്ടേഴ്സ് കൈൻഡ്നെസ്സും വളരെ നല്ല കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ ടു യുവർസെൽഫ് ടു അതേഴ്സ്. രണ്ടും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്, ഈ മൈൻഡ്ഫുൾനെസ് നമ്മൾ പഠിക്കേണ്ടത് 2 സ്ഥലത്തു നിന്നാണ്. ഒന്ന് മൃഗങ്ങളിൽ നിന്ന്, 2 കുട്ടികളിൽ നിന്ന്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. നല്ല തീർച്ചയായിട്ടും. അത് കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ സ്റ്റോറീസ് പലതും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ധാരാളം സെൻസ് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റോറി പറയുന്നത്, ഒരു സ്റ്റോറി അപ്പോൾ അതിൽ ഒരു സെൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ മലയുടെ മുകളിൽ ഏകാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹീസ് വെരി ഹാപ്പി പേഴ്സൺ, വെരി നോളജബിൾ. അപ്പോൾ പല ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുക്ക് പോകും. ചിലർ വല്ല ഫ്രൂട്ട്സോ വല്ലതും കൊടുക്കും. വേറൊരു ബോയ് ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ഹീറോ എന്നാണ്. അപ്പോൾ ഹീറോ എന്നുള്ള പേര് തന്നെ അവനെ അറിയാം, ഒരു മസ്കുലിൻ ആയിട്ടുള്ളൊരു പയ്യനാണ്. ഭയങ്കര നാട്ടിലെ ഒരു അടിപൊളി പയ്യനാണ്. അപ്പോൾ അവൻ നാട്ടിലൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നത്. പക്ഷെ അപ്പോഴും അവൻ്റെ മനസ്സിലൊരു തോന്നൽ, എൻ്റെ മനസ്സിലൊരു സുഖമില്ല, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, ഐ എം ഡൂയിങ് വണ്ടർഫുൾ തിങ്സ്, ബട്ട് ഐ എം നോട്ട് ഹാപ്പി. അപ്പോൾ എനിക്ക് ഈ പലരും പറയുന്നുണ്ട്, ഇങ്ങനെയൊരു വലിയ എൻലൈറ്റൻഡായ ഒരാൾ, ഇതെല്ലാം അറിവുള്ള ഒരു മനുഷ്യൻ മലമുകളിലിരിപ്പ്. പുള്ളി ശരിക്കും രാവിലെ തൊട്ട് നടക്കുക, മലയിലേക്ക് നടക്കുക, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോവുക, ഞാനിങ്ങനെ ഒരാളെ കാണാൻ പോയി, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്മാർട്ട് ബോയ് ഹീറോ ഇങ്ങനെ ഒത്തിരി നടന്ന് കയറാൻ വയ്യാത്ത മലയാണ്.
പുള്ളി കഷ്ടപ്പെട്ടു ഒരു രീതിയിൽ മലമുകളിൽ ചെല്ലുമ്പോൾ ഒരു വൃദ്ധൻ അവിടെ ഇരിപ്പം. പുള്ളി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടവിടെ ഇരിക്കും. വൃദ്ധനോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, കുട്ടി പറഞ്ഞു, അങ്ങേക്ക് വലിയ അറിവുണ്ടെന്ന് എല്ലാവരും പറയുന്നു, എൻലൈറ്റഡ് ആണെന്ന് പറയുന്നു. ഞാൻ ആണെങ്കിൽ ഈ ഒരു നാട്ടിലൊരു ഒരു ഹീറോ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കെന്തോ ഒരു മനസ്സിനൊരു തൃപ്തിക്കുറവ്, എനിക്കെന്താ ഒരു വഴിയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇവനെപ്പറ്റി കാര്യങ്ങളെല്ലാം വളരെ സമാധാനവും ചോദിച്ചറിഞ്ഞു. ഞാനൊരു കാര്യം പറയാം, യു ഡു വൺ തിങ്, ഞാനൊരു ഗ്ലാസ് നിറച്ച് വെള്ളം തരാം. ഐ വിൽ ഗീവ് എ ഫുൾ ഗ്ലാസ് ഓഫ് വാട്ടർ. യു ഹാവ് ടു ഗോ ടു ദ ടൗൺ, താഴെയുള്ള ടൗണിൽ വരെ പോയിട്ട്, ടൗൺ എന്ന് പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോകണം, ഈ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അതുപോലെ തിരിച്ച് കൊണ്ടുവരണം. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. പുള്ളി പല ഒരു നാട്ടിലൊരു പുള്ളിയല്ല, ഞാനത് ചെയ്യാമെന്നും പറഞ്ഞു. പുള്ളി ആദ്യം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് സംഗതി തുളുമ്പാൻ തുടങ്ങുന്ന വെള്ളം. അവൻ പുള്ളി ഇങ്ങനെ വളരെ സ്പീഡിൽ പോയാൽ നടക്കില്ല, വളരെ സ്ലോ ആയി ടൗണിൽ വരെ പോയി തിരിച്ച് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് മേളിൽ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും ഒരു ദിവസം തന്നെ കഴിഞ്ഞു പോയി. പക്ഷെ എന്നാലും പുള്ളി ആ വാക്ക് പാലിച്ച് പുള്ളി കൃത്യം മുകളിൽ വരുത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു, നിനക്കിപ്പോൾ എന്ത് തോന്നുന്നു ചോദിച്ചു. അപ്പം എനിക്ക് ഒരു തോട്ട്സും ഇല്ല. ഐ എം വെരി ഹാപ്പി. വൈ യു ആർ ഹാപ്പി? ഐ ഡോണ്ട് ഹാവ് എനി തോട്ട്സ്. വാട്ട് ഹാപ്പൻ? ഐ ഹാവ് ഓൺലി വൺ തോട്ട്, ടു കീപ് ദിസ് ഗ്ലാസ് ഓഫ് വാട്ടർ ഫുൾ, ഗ്ലാസ് ഫുൾ ഓഫ് വാട്ടറായിട്ട് തന്നെ തിരിച്ചു കൊടുത്ത് തരണം എന്നുള്ള ഒരൊറ്റ തോട്ടിൽ മാത്രമാണിത്. അപ്പോൾ ദർ ആർ നോ ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസാണ് എല്ലാ വ്യക്തികൾക്കും ഇതുണ്ടാക്കുന്ന ഒരിത്. അതൊരു കഥ. പിന്നെ രണ്ടാമത് പറഞ്ഞ വേറൊരു കുട്ടിയുടെ കഥയായിട്ട് അതിനകത്ത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിസ്ട്രാക്ഷൻ എന്നുള്ള വാക്ക് മനുഷ്യൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷനെ മാറ്റി വെച്ചാൽ തന്നെ വിജയിച്ചു. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അറ്റൻഷൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി. ഇപ്പോൾ ഫാദർ ഓഫ് സെൽഫ് ഡെവലപ്മെൻറ്റ് ഏൾ നൈറ്റിംഗൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചൊരു വിജയമാണ്. പക്ഷേ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് വ്യക്തിബന്ധങ്ങളാകാം, അല്ലെങ്കിൽ മൊബൈലാകാം, അല്ലെങ്കിൽ തെറ്റായ ശീലങ്ങളാകാം. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ഡിസ്ട്രാക്ഷനെ മാറ്റാൻ സഹായിക്കുന്ന കാര്യമാണ്. ശരിയാണ്, വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞ കാര്യമാണ്. വേറൊരു കഥ, ഒരു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികളും മൈൻഡ്ഫുൾനെസ് ആയിട്ട്, കുട്ടികളേക്ക് വലിയ ടെൻഷൻ ഇല്ലാത്തതിൻ്റെ കാരണം കുട്ടികൾ ഈ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ, ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ ഓൾവേസ് ദേ ആർ ഇൻ ദി പ്രസൻറ്റ്, ദേ ആർ എൻജോയിങ് ദി ഈച്ച് മൊമെൻറ്റ് ബൈ ഈച്ച് മൊമെൻറ്റ്. പ്രായമാകും തോറും നമ്മൾ അതിൽ നിന്നും വിട്ടു പോവുകയാണ്. അപ്പോൾ തിരിച്ച് കുട്ടിത്തത്തിലേക്ക് എത്തിക്കുന്നതാണ് ശരിക്കും ആക്ച്വലി മൈൻഡ്ഫുൾനെസ്. വേറൊരു കുട്ടി ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ കേട്ടു, ഒരു ഗാർഡനറുണ്ട്. ആ ഗാർഡനർ കുറേയധികം ധാരാളം ഗാർഡനുണ്ട്, ഒത്തിരി പൂക്കളുണ്ട്, എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഇതിലെന്താ രസമുള്ളത്, കുറേ ഇന്നും രാവിലെ കുറച്ച് പൂക്കൾ ഇങ്ങനെ പോയി കാണുന്നു, ആ പൂക്കൾ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു, ഇതിലെന്താ രസമുള്ളത്. കുട്ടി നാട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ കുട്ടി ഒരു ദിവസം ഇങ്ങനെ ഗാർഡനറുടെ അടുക്ക പോയി നോക്കിക്കളയാം എന്ന് പറഞ്ഞ് കുട്ടി ഗാർഡനർ എടുത്തിട്ട്, അപ്പോൾ ഗാർഡനർ എടുത്തത് എന്താണ്, അങ്ങ് ഭയങ്കര ഹാപ്പിയാണല്ലോ എന്ന് പറയും. അപ്പോൾ പുള്ളി ഒരു ഗാർഡനർ പറഞ്ഞു, നീ എൻ്റെ കൂടെ നീ ജോലി ചെയ്യാം. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഒരു കുടയ്ക്കകത്തൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചു, കുറച്ചൊരു പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചു. കുറച്ച് ചില പൂക്കൾക്ക് മണമുണ്ടായിരുന്നു, ഫ്രാഗ്രൻസ് അവന് കിട്ടി, മണ്ണിൻ്റെ ഇത് കിട്ടി. എല്ലാ ചെടികൾക്കും അവൻ വെള്ളം ഒഴിച്ചു, ഹി പുട്ട് വാട്ടർ. അവൻ എല്ലാ കാര്യങ്ങളും നിരത്തി വെച്ചു, കാലിക്കടെ അപ്പോൾ ആ മണ്ണിലൊക്കെ ചവിട്ടി നടന്നു. കുറച്ച് കഴിഞ്ഞ് ഇവനും തോന്നി, ഐ എം ഓൾസോ ഹാപ്പി നൗ, ബിക്കോസ് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല, ഹീസ് എൻജോയിങ് ദി ഫ്രാഗ്രൻസ്. അവൻ്റെ ആ എല്ലാ ഇതുകളും ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അവൻ സെൻസുകൾ കിട്ടുന്നുണ്ട്, അതെല്ലാം കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു, അതിൻ്റെ ഒരു സുഖം അവന് കിട്ടി. സോ ഹി ഓൾസോ തോട്ട് ലൈഫ് ഹാസ് സഡൻലി ബിക്കം സ്റ്റിൽ, ഓർ വളരെ ബഹളത്തിൽ നിന്നൊരു ഹി ഫെൽറ്റ് റിലീഫ്. അപ്പോൾ ഇതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ വേറൊരു കഥ. ഇങ്ങനെ ഒത്തിരി ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ പറഞ്ഞു സ്മെല്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് മൈൻഡ്ഫുൾനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു പോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. വളരെ തിരക്കേറിയ ജീവിതമാണ്, ഡിസ്ട്രാക്റ്റ് ആയിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ ഇടയ്ക്കൊരു പോസ് എടുത്ത ശേഷം നാം കുറച്ച് കാര്യം നോക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യത്തെ മനസ്സിലാക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാമറ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ മൈക്കായിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റായിരിക്കാം കാണാൻ കഴിയുന്നൊരു കാരണം. രണ്ട്, കേൾക്കാൻ കഴിയുന്ന ശബ്ദം, അത് പുറത്ത് വണ്ടി ഓടിക്കുന്നതായിരിക്കാം, AC ഫങ്ഷൻ ചെയ്യുന്നതായിരിക്കാം, ഫാൻ കറങ്ങുന്നതായിരിക്കാം, ക്ലോക്കിൻ്റെ പെൻഡുലം ചലിക്കുന്നതായിരിക്കാം. ഇനി സ്മെല്ല് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, എന്തെങ്കിലും സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
ഇനി ടച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യം, എനിക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ഒരു കുപ്പിയായിരിക്കാം, ഗ്ലാസ് ആയിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട മാൻ സേഴ്സ് മീനിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ്, മൈൻഡ്ഫുൾനെസ് ഈസ് ആക്ച്വലി ഇത് സ്പേസ് ബിറ്റ്വീൻ റെസ്പോൺസ് ആൻഡ് സ്റ്റിമുലൈ. നമ്മോട് പലരും പലത് പറയുമായിരിക്കാം, പ്രതികരിക്കുമായിരിക്കാം. ആ പ്രതികരണത്തിൻ്റെ ഇടയിലും ആ സ്റ്റിമുലസിൻ്റെ ഇടയിലുമുള്ള ആ സ്പേസ്, അതാണ് ഫ്രീഡം, അതാണ് ഗ്രോത്ത് എന്നാണ് വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വളരെ നല്ലൊരു പ്രാക്ടീസാണ്. മൈൻഡ്ഫുൾനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ഇടയ്ക്ക് നിർത്തി ഒരു കാണാൻ കഴിയുന്ന കാര്യം നോക്കുക, ഒന്ന് തൊടാൻ കഴിയുന്ന കാര്യത്തെ തൊടുക, ഒന്ന് മണക്കാൻ കഴിയുന്ന മണത്തെ അറിയുക, ഒന്ന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തെ ഒന്ന് ശ്രവിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാണ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വേ ഓഫ് ലൈഫാണ്. എഴുന്നേൽക്കുന്നത് തന്നെ മൈൻഡ്ഫുള്ളായി എഴുന്നേൽക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, എഴുന്നേറ്റ് കഴിഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്നത് 24% നമ്മുടെ ശരീരത്തെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുമെന്നും ധാരാളം ഗുണങ്ങളുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെ മൈൻഡ്ഫുള്ളായി വെള്ളം കുടിക്കാൻ സാധിക്കും, എങ്ങനെ മൈൻഡ്ഫുള്ളായി ബ്രഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വെസ്റ്റേൺ ഫിലോസഫിയിലൊക്കെ ടോയ്ലറ്റ് മെഡിറ്റേഷൻ ഉണ്ട്, ബാത്റൂം റിച്വലുണ്ട്, അല്ലെങ്കിൽ വാക്കിംഗ് മെഡിറ്റേഷൻ, ടൈഡിങ് അപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. മേക്ക് യുവർ ബെഡ്. ഇപ്പോൾ മേരി കോണ്ട എന്ന് പറയുന്ന ഒരു വളരെ പ്രഗത്ഭയായ ഒരു വ്യക്തിയാണ്. മോക്കോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതെല്ലാം അവർ വളരെയധികം പ്രശസ്തരായിട്ടുള്ള ആളാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ മനോഹരമായി ടൈഡിങ് അപ്പ് ചെയ്യാം, എങ്ങനെ മൈൻഡ്ഫുള്ളായി നമുക്ക് നമ്മുടെ ബെഡ് മേക്ക് ചെയ്യാം, എങ്ങനെ ബ്രഷ് ചെയ്യാം മൈൻഡ്ഫുള്ളായി. ഇപ്പോൾ ബ്രഷ് എടുക്കുമ്പോൾ നല്ല മനോഹരമായ ബ്രഷ്, അതിന് ഫൈബേഴ്സ് ഉണ്ട്, ഒരു കളറുള്ള പേസ്റ്റിനെ കൊണ്ടുവരുന്നു, ആ പേസ്റ്റിൻ്റെ ഗന്ധം വരുന്നു, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നു, ഈ ഫൈബർ നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം മൈൻഡ്ഫുള്ളായി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബൈ വേ ഓഫ് പ്രാക്ടീസ് ഓരോ കാര്യവും നമ്മളിങ്ങനെ മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ബാത്തിങ് മെഡിറ്റേഷൻ, ഇപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ എന്താണ്, നമ്മൾ ശരിക്കും വെള്ളം നമ്മൾ തലയിൽ ഒഴിക്കുന്നുണ്ടാകാം, ഷവറിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടാകാം, പക്ഷേ നാം വെള്ളം വരുന്നുണ്ടെന്നോ വെള്ളം ചൂടാണെന്നോ വെള്ളത്തിൽ ശബ്ദമുണ്ടെന്നോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഒരു മൈൻഡ്ഫുൾനെസ്സോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്നയാൾ ആ ഷവറിൽ നിന്ന് വെള്ളം ഓരോ തുള്ളിയായി വരുന്നത് കാണുകയും, അല്ലെങ്കിൽ ആ ഷാമ്പു എടുക്കുമ്പോൾ, സോപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ പത ഇങ്ങനെ നിറഞ്ഞു വരുന്നതും അതിന് സുഗന്ധം വരുന്നതും ഇതെല്ലാം ഒബ്സർവ് ചെയ്യുകയാണ്. വെള്ളം എൻ്റെ തലയിൽ വീണ് വെള്ളം താഴേക്ക് പതിയെ പതിയെ ഒലിച്ചിറങ്ങുന്നത് ഞാൻ അനുഭവിക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ സ്റ്റീം മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന പല പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇവൻ ടോയ്ലറ്റിൽ വരെയും എങ്ങനെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നയാൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആകില്ല. ഈ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ, പണ്ടൊക്കെ വനത്തിൽ പോകണം സമാധാനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വനത്തിലാണ് മൈൻഡ്ഫുൾനെസ് ഉള്ളതെന്ന് വിചാരിക്കും. ഇന്ന് നമ്മൾ ലോകത്ത് നോക്കിയാൽ എവരി വെയർ വി ആർ ഡിസ്ട്രാക്റ്റഡ്. നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇൻറ്റൻഷനലായോ അൺഇൻറ്റൻഷനലായോ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിതിനെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി കാണാൻ കാരണം, മനുഷ്യനെ രോഗിയാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സ്ട്രെസ്. പാസ്റ്റിൽ ജീവിക്കുന്നതും ഫ്യൂച്ചറിൽ ജീവിക്കുന്നതും, പാസ്റ്റ് ദുഃഖങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. പാസ്റ്റിലുണ്ടായ നഷ്ടങ്ങൾ, പരാജയങ്ങൾ, ദുഃഖങ്ങൾ, തോൽവികൾ, അതെല്ലാം മനുഷ്യൻ മനംനൊന്ത് ജീവിക്കുകയാണ്. പ്രസൻറ്റിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഫ്യൂച്ചറിൽ എന്താകും? ജോലി പോകുമോ, അല്ലെങ്കിൽ സ്നേഹബന്ധമുള്ളവർ വിട്ടേച്ച് പോകുമോ, കടം വരുമോ, അല്ലെങ്കിൽ രോഗിയാകുമോ, ഇങ്ങനെ ചിന്തകൾ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട എപ്പോഴും സംസാരിക്കുന്ന വാക്കാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ കടന്നു വരുന്നു. ഇപ്പോൾ ധാരാളം അധികം മെൻ്റൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, പ്രൊഡക്ടിവിറ്റി ഇല്ലാതാകുന്നു, നമ്മുടെ ആയുസ് കുറയുന്നു, ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നു, ഫൈബ്രോമയാൾജി പോലെയുള്ള ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഈ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒറ്റമൂലിയാണ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല ഹോർമോൺസ് ഉണ്ട്. ഇപ്പോൾ എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, അല്ലെങ്കിൽ കോർട്ടിസോൾ, ഇതെല്ലാം ഇവരത് വളരെ വളരെ റീസെൻ്റ്ലി ഞാൻ വായിച്ചേക്ക് മനസ്സിലാക്കാൻ സാധിച്ചാണ്. ടെലിമെറോസ് എന്ന് പറയുന്ന DNA ക്യാപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രായം കൂടുന്തോറും അത് ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ടെലിമെറോസ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കുകയും അതുവഴി ടെലിമെറോസിൻ്റെ ആയുസ് കൂട്ടാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സാറ ലാസ്റോസ് എന്ന് പറയുന്ന ഒരു ഹാർവർഡ് പ്രൊഫസർ, അവർ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും കണ്ടുപിടിച്ച് ഇത് തന്നെയാണ്, ഈ ഗ്രേ മാറ്റേഴ്സ്, നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ റീറ്റൻഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഗ്രേ മാറ്റേഴ്സ്
സ്ട്രെസ്സ് കുറയുന്നത് വഴിയും മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത് വഴിയും എക്സ്പാൻഡ് ചെയ്യുന്നു. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തവരിൽ വളരെ കുറച്ച് സ്ട്രെസ് ഉണ്ടാകുന്നതായി കാണപ്പെടുകയും അതുവഴി അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നതുമായും അവർ കണ്ടെത്തും. ദലൈലാമയുടെ ഒരു ഇൻറ്റൻഷൻ കൊണ്ടാണ് ഇവരൊക്കെ പഠിക്കുന്നെങ്കിൽ കൂടെയും ധാരാളം വളരെയധികം പ്രൊഫൗണ്ട് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുക, സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കുക, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക. ഒരു ചെറിയ ആയുസ് മാത്രമേ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ, 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെ. അതിൽ കുറേ കാലം ബാല്യകാലമാണ്, പിന്നെ നാം ജോലി ചെയ്യുന്നു, പിന്നെ വാർദ്ധക്യകാലം. കുറേ ആളുകൾ തങ്ങളുടെ നല്ല കാലം മൊത്തം ജോലി ചെയ്ത് കുറേയൊക്കെ സമ്പാദിക്കും, പക്ഷെ പിന്നീട് ആരോഗ്യം നഷ്ടപ്പെടും, മനസ്സമാധാനമില്ല, സ്ട്രെസ്സാകുന്നു, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ ഡെയിലി മൈൻഡ്ഫുൾനെസ് ബീയിങ് എ ലൈഫ് സ്റ്റൈൽ, മൈൻഡ്ഫുൾനെസ് ബീയിങ് എ പ്രാക്ടീസ്, അത് നമുക്ക് വലിയ ഒരു മാറ്റമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സ്ട്രെസ്സ് വരുമ്പോൾ ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അതിനെക്കുറിച്ച് പറയുന്നത് ബൈ ഡിഫോൾട്ട് മൈൻഡ് ഈസ് സ്ട്രെസ്ഡ്, അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് മൈൻഡ് ഈസ് വറീഡ്. അതിന് ഡിഫോൾട്ട് ഡിഫോൾട്ട് മൈൻഡ് സെറ്റ് DMS എന്ന് പറയും, എവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു എവല്യൂഷൻ. അപ്പോൾ അതിനകത്താണ് ഈ എവല്യൂഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എവല്യൂഷണറി നമ്മുടെ ബ്രെയിൻ എവല്യൂഷനായിട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്ലൈ യുവർ ഫൈറ്റ്. ഇപ്പോൾ പണ്ട് മനുഷ്യൻ ഗുഹയിൽ കാട്ടിൽ താമസിച്ചപ്പോൾ അവനെ സംബന്ധിച്ച് മൃഗങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ബലവെള്ളപ്പാച്ചിൽ വരുന്നുണ്ടോ, പാമ്പ് വരുന്നുണ്ടോ, അതുകൊണ്ട് ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ബ്രെയിനിലെ ഒരു വളരെയധികം ഇവോൾവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അമിഗ്ഡല. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏത് സെൻട്രലായിട്ട് തന്നെ സ്റ്റെമ്മിനോട് ചേർന്ന് വരുന്ന ഒരു ബീൻസ് ടൈപ്പിലുള്ള ഒന്നാണ്. പക്ഷേ ഈ റീസെൻ്റ്ലി ആയിട്ട് ഇവോൾവ് ചെയ്ത ഒന്നാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, ഈ ഫോർഹെഡിൻ്റെ തൊട്ട് ബാക്കിലുള്ളത്. അപ്പോൾ 99% ആളുകളിലും ഈ അമിഗ്ഡലയാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സീൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ, ഒരാൾ വണ്ടി ഹോൺ അടിക്കുമ്പോൾ, ഒരാൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ, ഒരാൾ വഴക്ക് പറയുമ്പോൾ പെട്ടെന്ന് അമിഗ്ഡല, ഇമോഷണൽ ബ്രെയിൻ, ദ മിനി ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെ ലോജിക്കില്ല, അവിടെ അവെയർനെസ് ഇല്ല, അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ അവെയർനെസ്സോ അല്ലെങ്കിൽ ചോയ്സോ അല്ലെങ്കിൽ ബ്രത്തിങ്ങോ ഇല്ല. പകരം ഇമോഷൻ ഡിസിഷൻ എടുക്കുകയാണ്, സ്ട്രെസ് ആകുകയാണ്. പക്ഷെ ശരിക്കും വേണ്ടത് ഈ അമിഗ്ഡലയ്ക്ക് നമ്മുടെ ചിന്തയെ വിടാതെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അവിടെയാണ് ഈ പോസ്, ഈ വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞ ദ സ്പേസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. റിയാക്റ്റീവ് ആകാതെ റെസ്പോൺസ് ചെയ്യാൻ സാധിക്കും. അവിടെയാണ് ഈ അമിഗ്ഡല എന്നുള്ള 99% ആളുകളും പ്രശ്നത്തിൽ ചാടുന്നതിന്റെ കാരണം ഒരു പോസ് എടുക്കാൻ പറ്റുക. നമുക്ക് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ സഡനായിട്ട് അതിനോടൊരു പ്രതികരിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരല്പം പുറകോട്ട് വരാം. ഈ പുറകോട്ട് വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് പുറകോട്ട് വരില്ല. ഇതൊക്കെ നമുക്കറിയാം, നമുക്ക് പോലും വരില്ല. പ്രാക്ടീസാണ്. അതാണ് അതായത് ഈ ഇതിൽ അത് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അതിൽ മെയിനായിട്ട് വരുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. ഈ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൻ്റെ ഒരു മൈൻഡ് ഫ്രീസ് ആവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഈ റിയാക്റ്റീവ്നെസ് എന്നുള്ള സാധനം കുറയും. അവർ ഒരു പതുക്കെ പോസിൽ കാര്യങ്ങൾ വരികയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ, അപ്പോൾ ഈ പറഞ്ഞ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ഈ നമ്മൾ മൈൻഡ്ഫുൾ വേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മൈൻഡ്ഫുൾ വേക്കപ്പിൻ്റെ കാര്യം, മൈൻഡ്ഫുൾ ഡ്രിങ്കിങ്ങിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഉണ്ട്. ഈറ്റിങ്ങിന് ഓരോ ഫുഡ് എടുത്തിട്ട് ബൈറ്റ് ആയിട്ട് കഴിക്കുക. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു റവല്യൂഷൻ 1986 കാർലോസ് എന്ന് പറയുന്ന ആളൊരു സമരം നടത്തി. ആ സമരത്തിൻ്റെ പേര് സ്ലോ റെവല്യൂഷൻ എന്നാണ്. അപ്പോൾ അന്ന് ഫാസ്റ്റ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് വഴി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ 10 ദിവസം എന്ത് ഭക്ഷണമാണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓർക്കാൻ സാധിക്കില്ല. അത് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്മെൽ എന്തായിരുന്നു, ടേസ്റ്റ് എന്തായിരുന്നു. പക്ഷേ പലപ്പോഴും മൊബൈൽ വെച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുന്നില്ല, അതിൻ്റെ സ്മെല്ല് ആസ്വദിക്കുന്നില്ല. അതുണ്ടാക്കിയ കാര്യങ്ങൾ ചിലപ്പോൾ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മെയ്ഡായിരിക്കാം ഉണ്ടാക്കിയത്. അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ സാധിക്കുക. അപ്പോൾ ശരിക്കും ഈ ഈറ്റിംഗ്, അപ്പോൾ അദ്ദേഹം ഈ കാർലോസ് പ്രൈറ്റ് എന്താ പേരെന്ന് തോന്നുന്നു, സ്ലോ റെവല്യൂഷൻ. ശരിക്കും പറഞ്ഞാൽ ജീവിതം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് സ്ലോ ആയി പോവുക എന്നുള്ളതല്ലേ? അതെ, സ്ലോ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പഴയ കാലത്ത് നമ്മൾ സദ്യ ഉണ്ടല്ലോ, നമ്മൾ ഈ നാട്ടിൽ സദ്യ കഴിക്കുന്നുണ്ട്. അതിനെ പ്രത്യേകിച്ച് ഒരു ഒബ്സർവ് ചെയ്തത് നല്ല രസകരമാണ്. ഇവിടെ സദ്യക്കാണെങ്കിൽ പല സദ്യക്ക് എന്തൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഓലൻ ഉണ്ടാവും, കാളൻ ഉണ്ടാവും, സാമ്പാർ ഉണ്ടാവും, പലതരത്തിലുള്ള ചിപ്സ് ഉണ്ടാവും, ചില സദ്യകളിൽ ഉണ്ണിയപ്പം വരെ ഉണ്ടാവും, പിന്നെ പലതരത്തിലുള്ള കറികളുണ്ടാവും, പരിപ്പ് കറി ഉണ്ടാവും, നെയ്യ് ഉണ്ടാവും,
പപ്പടം ഉണ്ടാവും, അച്ചാറുകളുണ്ടാവും. ഇതൊക്കെ നമ്മൾ സാധാരണ മറ്റേ സദ്യ. ഇപ്പം നമ്മൾ ഈ ഓരോ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഇതിൽ ഈ ആളുകൾ സദ്യ കഴിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം തിന്നാനല്ല. ഇതിൽ ചിലപ്പോൾ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അതിൽ ആ ഓലനായിരിക്കും ടേസ്റ്റ്. അതെ. നമ്മൾ ആ ഓലം കൂടുതൽ കഴിക്കും. പിന്നെ ഒരാൾ ഇച്ചിരി ഓലോടെ തരാൻ പറയും. അല്ലെങ്കിൽ അപ്പം നമ്മൾ ആ ടേസ്റ്റിനെ നമ്മൾ അറിയുകയാണ്. ഈ ടേസ്റ്റ് അറിയാതെ ചുമ്മാ കഴിച്ചു പോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് ടേസ്റ്റ് അനുഭവിച്ച് തന്നെ പതുക്കെ പതുക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കഴിക്കുകയുമില്ല. എന്നാൽ ആ കഴിക്കുന്നതിനൊരു തൃപ്തി ഉണ്ടാകും. അതാണ് ഈ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിൻ്റെ ഒരു ഗുണം. മൈൻഡ്ഫുൾ ഡ്രൈവിങ് ഇതുപോലെ ഇമ്പോർട്ടൻ്റാണ്. മൈൻഡ്ഫുള്ളായിട്ട് ഡ്രൈവ് വെച്ചാൽ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഒന്നാമത്തെ ഈ നമ്മുടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലവും അല്ലേ, കേരളത്തിൽ തന്നെയാണ്. ഈ പണ്ടൊക്കെ ബാംഗ്ലൂരെ പറ്റി പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഏത് സിറ്റിയിലാണെങ്കിലും ഭയങ്കര ട്രാഫിക്കായി. ട്രാഫിക് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ സമയത്ത് മൈൻഡ്ഫുള്ളായുള്ള ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഈ ട്രാഫിക്കിൽ പോലും നമുക്കൊരല്പം കമ്പാഷനേറ്റ് ആണെങ്കിൽ, നമ്മൾ മനസ്സല്പം കമ്പാഷനേറ്റ് ആണെങ്കിൽ, ഈ കമ്പാഷനേറ്റ് അല്ല, ആളുകൾ ഞാൻ പറയുന്നതനുസരിച്ച് മറ്റവൻ്റെ വണ്ടി എൻ്റെ മേലേക്ക് എന്തിനുകൊണ്ട് കയറ്റി, ആ ഈഗോയാണ് വർക്ക് ചെയ്യുന്നത്. അല്പം കമ്പാഷനേറ്റ് ആണ്, അയാൾ കയറി പോകട്ടെ, നമുക്ക് ഒരു സൈഡിൽ കൂടെ പതുക്കെ പോവാം, എണിച്ച നേരത്തെ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഡ്രൈവിങ്ങിൽ പോലും നമുക്ക് മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് ആ ഡ്രൈവിങ് എൻജോയ് ചെയ്ത്, ഈ തിരക്കിലാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഉള്ളവരാണ് പല പല പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ മൈൻഡ്ഫുൾ ഡ്രൈവിംഗ് ആയി. മൈൻഡ്ഫുൾ പോസിനെ പറ്റി നമ്മൾ പറഞ്ഞു. എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഒരു ചെറിയ പോസ് എടുക്കുക. നമ്മൾ ജസ്റ്റ് നമ്മൾ സ്വയം നമ്മുടെ ബോഡിയെ ചെക്ക് ചെയ്യുക. ഹൗ ബോഡി ഈസ്, ഹൗ അവർ ഫീലിങ്സ് ആർ, ഹൗ അവർ ഇമോഷൻ ഈസ്, വെദർ വി ആർ ഹാപ്പി, വി ആർ പ്ലസൻറ്റ് ഓർ നോട്ട്, ഹാപ്പി ആണോ ഇല്ലയോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അതിനെ പറയുന്നത് സ്വിച്ചിങ് ഓർ ട്രാൻസിഷൻ എന്ന് പറയാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യും. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇലോൺ മസ്ക് ഇപ്പോൾ ആകെ ചെയ്യുന്നതാണ് പോമോഡോറോ ടെക്നിക്. 15 മിനിറ്റ് ജോലി ചെയ്തു, പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഒന്ന് ട്രാൻസിഷൻ ചെയ്യുക. ഈ ട്രാൻസിഷൻ ഇമ്മൻസ് പവറാണ് നമുക്ക് നൽകുന്നത് പറയുന്നത്. ഒരു സ്വിച്ചിങ്, ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും സെറ്റിംഗ് ദ ഇൻറ്റൻഷൻ, എന്താണ് ഞാൻ ഇതുവരെ ചെയ്തത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് ഡ്രൈവിംഗ് പോലെയാണ് മൈൻഡ്ഫുൾനെസ് വർക്ക്. ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 1/3 അല്ലെങ്കിൽ 4/1 ഭാഗം ജോലി സ്ഥലത്താണ്. ആളുകൾ ജോലി സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ മൈൻഡ്ഫുൾനെസ് വർക്ക്, എങ്ങനെ വർക്ക് ഓഫീസിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഓരോ പ്രവൃത്തിയും. അതെ, തീർച്ചയായിട്ടും അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നമുക്കൊരു റിലാക്സേഷൻ കിട്ടും, ഫോക്കസ് കിട്ടും. പലപ്പോഴും ഫോക്കസില്ല. ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ CEO, അദ്ദേഹത്തിന് പറഞ്ഞ ടെസ്ലയുടെ അദ്ദേഹത്തിന് പറഞ്ഞല്ലോ, ഇലോൺ മസ്കിലായിരുന്നു. അപ്പോൾ അവരുടെ കാര്യം തന്നെ അവർ 5 മിനിറ്റ് പോസ് എടുക്കുന്നതിൻ്റെ പേരില്ല, അവന് അടുത്ത 15 മിനിറ്റ്സ് ഭയങ്കര ഫോക്കസാണ് കിട്ടുന്നത്. പക്ഷെ അവർ ആ ഫോക്കസ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒത്തിരി പ്രയോജനങ്ങളുള്ളത്. ഒത്തിരി വലിയ CEOമാർ, വലിയ ബേസിക്കലി ഹെൻറി ഫോർഡ് മാസ്റ്റേഴ്സ്, ദലൈലാമയുടെ അടുക്കുള്ള വിയറ്റ്നാമിൽ നിന്നുള്ള പല ലെസൺ മാസ്റ്റേഴ്സും USA ഒരു കാലത്ത് പോയിരുന്നു. ആ കാലത്ത് അവർ ധാരാളമായിട്ടുള്ള ഗായകർ, ആക്ടേഴ്സ്, ഇവരെല്ലാം പലരും അവരുടെ അടുക്ക് ചെല്ലുകയും അവരിൽ നിന്ന് ഇത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പല CEOമാരും പഠിച്ചിട്ടുണ്ട്, സ്പോർട്സ്മാൻമാരും പഠിച്ചിട്ടുണ്ട്, അത്ലറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അവരെല്ലാം മൈൻഡ്ഫുള്ളായിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്നതുകൊണ്ട് അവർക്കെല്ലാം വിജയത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹെൻറി ഫോർഡൊക്കെ വളരെ പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഹെൻറി ഫോർഡ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷൻ കൊണ്ടാണ് ഞാൻ ഡെപ്റ്റ് തീർത്തതെന്ന് പറയുന്നത്. അത് വളരെ തോന്നിച്ച കാര്യമാണ്. മൈൻഡ്ഫുൾനെസ് വഴി കടം വീട്ടാൻ സാധിക്കും, മൈൻഡ്ഫുൾനെസ് വഴി പോപ്പുലർ ആകാൻ സാധിക്കും, പണം ഉണ്ടാക്കാൻ മെഡിറ്റേഷൻ വഴി. അതെ, ധ്യാനത്തിൽ നിന്ന് ധനം. അതെ, എല്ലാവരും മലയാളത്തിൽ പറയുന്നത് രണ്ട് ധനങ്ങൾ, ധ്യാനത്തിൽ നിന്ന് ധനം. ഫോർഡ് പ്രാക്ടീസ് ചെയ്തിരുന്നു. അദ്ദേഹം വലിയ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മെഡിറ്റേഷന് ശേഷം അദ്ദേഹത്തിന് എടുക്കുന്ന ഡിസിഷൻസ് വേറെ വെരി കറക്റ്റ്. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം ഇതൊന്നും അല്ലാതെ എടുത്തിരുന്ന തീരുമാനങ്ങളിൽ നിന്ന് അദ്ദേഹം വലിയ ഡെപ്സിലേക്ക് പോയി. അപ്പോൾ അവെയറായിട്ട് മൊത്തം അവെയർനെസ്സോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡെപ്റ്റും തീർന്നു എന്നാണ് ഫോർഡ് മോട്ടോഴ്സ്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? മൈൻഡ്ഫുൾനെസ് മീൻസ് തോട്ട്സ് വന്നോട്ടെ, ബട്ട് നോൺ ജഡ്ജ്മെൻ്റൽ. അവെയർ ആയിരിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക. ഈ രണ്ട് അതിനെക്കുറിച്ച് പറയുന്നത്, ഒന്ന് അവെയർനെസ്, സെക്കൻഡ് അക്നോളജ്. എന്ന് വെച്ചാൽ ഒരു തോട്ട് കടന്നു വരുന്നു, എനിക്ക് ഇങ്ങനെ തോട്ടാണ് ഇപ്പോൾ പോകുന്നതെന്ന് അറിയാമോ? അതല്ലാതെ മണിക്കൂറൊക്കെ ചിന്തിച്ചിരുന്ന ശേഷം ആളുകൾക്ക് ഒരു ദിവസം പോയ ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇത് ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിൾ. പലർക്കും ജീവിതത്തിൽ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിന് ഏറ്റവും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും സെക്സ് ഭോഗത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശരിക്കും മനുഷ്യൻ മെഡിറ്റേറ്റീവ് എക്സ്പീരിയൻസിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ്
പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, Distracted. റിമെയിൻ അൺഡിസ്ട്രാക്റ്റഡ് ആണ്. ശരിക്കും ഈ സെയിം അനുഭൂതി ജീവിതത്തിൽ മൊത്തം, ജീവിതകാലം മൊത്തം അനുഭവിക്കുന്ന ഭാഗ്യവാന്മാരായിട്ടുള്ള സിദ്ധന്മാരായിട്ടുള്ള മൈൻഡ്ഫുൾനെസ് എക്സ്പേർട്സ് ഉണ്ട്. ഒരു സെക്ഷൽ അല്ലെങ്കിൽ എക്സ്റ്റാസി അല്ലെങ്കിൽ ആ അനുഭൂതി അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. ശരിക്കും അതാ സെക്സ് ചെയ്യുമ്പോൾ നോർമലി ആരും വേറെ ഒന്നും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ താൻ ചെയ്യുന്ന ജോലിയിൽ, താൻ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ടോയ്ലറ്റിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഹാൻ പറഞ്ഞത്, ദ ബിഗ്ഗസ്റ്റ് ഓർ ദ പ്രസ്റ്റീജിയസ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ടു സമ്മൺ എൽസ് ഈസ് Hearing. ലിസണിങ് ഓർ ഗിവിങ് എ പ്രസൻസ്. നമ്മൾ കുട്ടികളോട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ഭാര്യയൊത്ത്, അല്ലെങ്കിൽ ഭർത്താവൊത്ത്, മക്കളൊത്ത്, കൂട്ടുകാരൊത്ത്. പക്ഷേ നിങ്ങളുടെ പ്രസൻസ് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയോ അതെയോ വെറുതെ ലിസൺ ചെയ്യുന്നതായി തോന്നുകയാണ്? അത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ലിസൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ സാറ് പറയുന്നതിന് ഉത്തരം പറയാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്, അതെയോ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ജിജ്ഞാസയോടെ ഞാൻ കേട്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തോട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ തോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും നല്ല തോട്ട്സ്, എനിക്കൊരു നല്ല തോട്ട്സ് ഉണ്ട്. ചീത്ത തോട്ട്സ് തന്നെ സൊസൈറ്റി പെർമിറ്റ് ചെയ്യാത്ത ചില തോട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയല്ലേ ചീത്ത തോട്ട്സ്. അതെ. ഇങ്ങനെ പല തോട്ട്സും മനുഷ്യന് വരും. മനുഷ്യനാണോ, ഭൂമിയിൽ ജനിച്ചവനാണോ, എല്ലാ തരം തോട്ട്സ് വരും. അപ്പം നമ്മൾ ചീത്ത തോട്ട്സ് എന്നോ നല്ല തോട്ട്സ് എന്നോ ഒന്നും അതിനെ തിരിക്കണ്ട. അതിനെ ലെറ്റ് ഇറ്റ് ഫ്ലോ. നോൺ ജഡ്ജ്മെൻറ്റ്. അതിന് ജഡ്ജ് ചെയ്യണ്ട. കാരണം എന്താ വെച്ചാൽ ഈ തോട്ട്സ് ആരുണ്ടാക്കിയതാ? നമ്മുടെ ശരീരം പോലൊരു സാധനം തന്നെയാണല്ലോ നമ്മുടെ മനസ്സും, അല്ലേ? അതെ. ഈ നമ്മുടെ സ്വന്തം മനസ്സുണ്ടാക്കിയതല്ലേ ഈ തോട്ടും. അത് നമ്മുടെ തന്നെ ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ വിചാരിക്കുക, ചിരിച്ച് കളയുക. അതെ. ബട്ട് ഡോണ്ട് എന്റർടൈൻ ചെയ്യരുത്. ഇവൻ അക്സെപ്റ്റും Accept ചെയ്യണ്ട. അത് അവയർനെസ്, ആ. അക്നോളജ്, അക്സെപ്റ്റ്, ബട്ട് നോൺ ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റിലെ ഞാൻ ചിന്തിച്ചു തെറ്റാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. ലെറ്റ് എനിത്തിങ് കം. അത് ഒരു ഈ മഴക്കാലത്ത് ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ പറന്നു പോകില്ല, അതെ. അങ്ങനെ അത് വരും. തോട്ട്സ് ഇങ്ങനെ വരും വരും. ഈ സമയത്ത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തോട്ടാണോ അടുത്ത സമയത്തുള്ളത്? അതെ, അതെ. അതിങ്ങനെ വരും പോകും. അതിനെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരുന്ന് ചിരിക്കുക എന്നുള്ളതല്ലാതെ. ചിലർ പറയുന്നുണ്ട് വേറെ ചില പ്രയോഗം, സ്മൈലിംഗ് അറ്റ് യുവർ തോട്ട്സ്. അതെ. ഈ ജഡ്ജ്മെൻറ്റിലല്ല എന്ന് പറയുമ്പോൾ ദേഷ്യമില്ലാത്ത തോട്ട്സിനെ കാണണമെങ്കിൽ തോട്ട്സിനെ ഓർത്ത് ചിരിക്കാൻ പറ്റണം. അതെ. ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോകണ്ടല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ്. അപ്പം അങ്ങനെ തോട്ട്സിൽ കാണണം. അപ്പോൾ നമുക്ക് തോട്ട്സ് പ്രശ്നം ഉണ്ടാവില്ല. തോട്ട്സിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും. തോട്ട്സിൻ്റെ എണ്ണം കുറയുന്നതാണ് ഏറ്റവും വലിയ ഒരു സുഖം. അത് ശരിക്കും രമണ മഹർഷി, തിരുവണ്ണാമലയിൽ രമണ മഹർഷി ഇവിടെ പ്രയോഗം ഈ തിരുവണ്ണാമലയിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ ഇരുടാ, പുള്ളിയുടെ ഏറ്റവും വലിയ ഉപദേശമാണ് ചുമ്മാ ഇരുടാ. അപ്പോൾ ഇവർ എന്ത് ചുമ്മാ ഇരുടാ വെറുതെ ഇരിക്കുക വെച്ചാൽ പുള്ളി പറയുന്നത് ഈ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് പുള്ളി ഇതങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ഏക്കട്ട കാര്യങ്ങളില്ല എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം ഉദ്ദേശിച്ചത്. തോട്ട്സ് വിൽ ഗോ, തോട്ട്സ് വിൽ കം. സെൻഷ്വൽ പ്ലഷേഴ്സ്, ഫിസിക്കൽ പെയിൻ എല്ലാം വരും. അതിങ്ങനെ വരും പോകും. അത് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. യു വിൽ ബി ഹാപ്പി, യു വിൽ ബി ഓക്കെ. നോട്ട് ഹാപ്പി, എല്ലാപ്പോഴും ഹാപ്പി. പക്ഷേ എല്ലാ മൊമെൻറ്റും നമ്മൾ ഹാപ്പി ഒന്നും ആവണമെന്നില്ല കേട്ടോ. ഈ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആവണം എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഒത്തിരി സാഡാവില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. എല്ലാ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുന്ന ഫുൾ ടൈം ഹാപ്പി നോ. ബട്ട് നമുക്കുള്ള ഇമ്പാക്റ്റ് കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ വക പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് ഈ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെയായിരുന്നു പലരും ഈ വക പ്രാക്ടീസ്. ഇപ്പോൾ എല്ലാ ഹിന്ദുയിസത്തിലാണെങ്കിലും പിന്നെ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും പ്രാക്ടീസുകളായിട്ട്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഈ ദലൈലാമയൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ ഇതെല്ലാം അദ്ദേഹം ഡോക്ടേഴ്സും മറ്റുള്ളവരായിട്ട് കണക്ഷൻ അവർ MRI സ്കാൻ, MRI, EG ഇതെല്ലാം എടുത്തിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും ന്യൂറോ ഭാഗങ്ങളിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂടുകയാണ്. സി ദോസ് ഹു പ്രാക്ടീസ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ദേ ആർ ഗെറ്റിംഗ് വെരി ഹെൽത്തിയർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. അവർക്ക് ഈ പറയുന്ന സാംക്രമിക രോഗങ്ങൾ പോലും അധികം വരുന്നില്ല. ക്യാൻസറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പലതുപോലും BP അങ്ങനെയുള്ള പല കാര്യങ്ങൾ പോലെ സൈക്കോസോമാറ്റിക്കായുള്ള പല ഡിസീസായിട്ട് വന്ന് മാറിക്കഴിഞ്ഞു എല്ലാവരും. എൻ്റെ അനുഭവത്തിൽ തന്നെ എൻ്റെ തന്നെ ഏറ്റവും അടുത്തൊരു എൻ്റെ ബന്ധത്തിൽ എൻ്റെ ഒരു പേരക്കുട്ടി തന്നെ കുട്ടിക്കൊടു ഈ ജർമ്മനിയിലാണ് ജനിച്ചത്. അപ്പോൾ അവൻ ആ കോവിഡ് സമയത്തായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛനും പുറത്തിറങ്ങാൻ വയ്യ, ജർമ്മനി ബെർലിനിൽ പുറത്തിറങ്ങാൻ വയ്യ. അപ്പോൾ അവർക്ക് വർക്ക് ഫ്രം ഹോമാണ് കോവിഡ് സമയം. ബെർലിൻ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ പുറത്തു പോകാൻ പറ്റും.
അപ്പോൾ ഈ അവർ രണ്ടുപേരും ജോലി ചെയ്തതിൻ്റെ സമയത്ത് ഈ കൊച്ചുമോൻ 5 വയസ്സുണ്ട്. 2020 സമയമാണ്. അതെ. അപ്പോൾ 5 വയസ്സുണ്ട്. അപ്പോൾ കൊച്ചിന് ബോറടിക്കാതിരിക്കാനായിട്ട് ഒരു മൊബൈൽ ഫോൺ 5 വയസ്സുകാരൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ ജർമ്മനിയിലാണ് ജീവിക്കുന്നത്, അവിടെ ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ദിസ് മൊബൈൽ ഫോൺ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്നു, ഇങ്ങനെയുണ്ട്. പക്ഷെ 5 വയസ്സുകാരനെ വല്ലാതെ ഇത് ബാധിച്ചു. അവന് മോട്ടോർ ആക്ടിവിറ്റി തന്നെ ഇല്ലാതെയായി. അവനാകെ ചെയ്യാൻ അറിയാവുന്നത് മൊബൈൽ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ മാത്രം. വേറെ കൊച്ചു പിള്ളേരെ പോലെ കളിക്കണില്ല, മറ്റൊന്നും കളിക്കുന്നില്ല, ഒന്നുമില്ല. ഇടയ്ക്ക് അതിന് ശേഷം കുറേ കാലങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇവർ വലിയ അത്ഭുതം സംഭവിച്ചാൽ ഇവൻ ഇംഗ്ലീഷ് ഭയങ്കര ലാംഗ്വേജാണ്. അക്സെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലീഷ് അക്സെൻറ്റിൽ ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇതെങ്ങനെ പറ്റും? അവൻ ജർമ്മനിൽ ജീവിക്കണം, അവൻ ഒന്നും ഇംഗ്ലീഷ് വീട്ടിൽ സംസാരിക്കണം മലയാളമാണ്. ബിക്കോസ് ഓഫ് ദിസ് കാർട്ടൂൺസ് ആൻഡ് ഓൾ. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ ഈ ഗാഡ്ജറ്റ്, ഈ മൊബൈൽ മാത്രമായി കുട്ടിയുടെ ഒരു ഏക ഫ്രണ്ട്. അപ്പോൾ വേറൊരു പ്രവൃത്തിയില്ല. അത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ഈ കുട്ടി ചില രോഗങ്ങളിലേക്ക് വരികയും പിന്നെ അതിന് കാനഡയിൽ കൊണ്ടുപോയിട്ട് പ്രയോജനം കിട്ടും. അവർ കേരളത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് ഇവരുടെ ഈ തണ്ണീർമുക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു സ്ഥലത്ത് ട്രീറ്റ് ചെയ്തു. അപ്പോൾ അവർ അപ്പോൾ ഇവൻ്റെ ഭക്ഷണം എന്താണ്? ഇവന് കൊക്കക്കോള, ചോക്ലേറ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, 4 ഐറ്റമേ ഉള്ളൂ. ഫ്രഞ്ച് ഫ്രൈസ്, ഐസ്ക്രീം, ഈ 4 സാധനം കഴിക്കുള്ളൂ. ഇവരിതേ ഉള്ളൂ കഴിക്കണേ. അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഗട്ടിനെയാണ് ഗട്ടിൽ ട്രീറ്റ് എങ്ങനെയാണ്? രാവിലെ കഞ്ഞി കൊടുക്കും, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കഞ്ഞിക്കകത്ത് വേറെ ഇന്തുപ്പിട്ട് കൊടുക്കും, ഉപ്പില്ല, ഇന്തുപ്പിട്ട് കൊടുക്കും, വേറെ എന്തെങ്കിലും ഒരു ഇത് വേണം, ഇവൻ കഴിക്കില്ല. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും, അതിൻ്റെ അകത്ത് നല്ല പപ്പായ കരിഞ്ഞ് അങ്ങനെ കൊടുത്തോളൂ. നാടൻ അരി അവിടെയുള്ളത് നല്ല അവരുടെ പറമ്പിലുണ്ടാക്കുന്ന സാധനങ്ങൾ, അവരുടെ പറമ്പിൽ കിട്ടുന്ന ചേമ്പ്, ചേനയൊക്കെ എടുത്തുള്ള കറികൾ. രാത്രി മാത്രം ഒരു ഇഡലിയും എന്തെങ്കിലും, അതൊരു ചേഞ്ചുള്ളൂ, ബാക്കിയൊക്കെ ഇതാണ്. ഈ കുട്ടി 4 ദിവസം ഭക്ഷണം കഴിച്ചില്ല. 4 ദിവസം ഭക്ഷണം കഴിച്ചില്ല. കാരണം ഇവന് ഇത് കഴിക്കാൻ പറ്റില്ല, ഇവന് അറിയില്ലല്ലോ കഴിക്കാൻ. 5-ാം ദിവസം ഈ പച്ചച്ചോറ് ആർത്തി പിടിച്ച് കഴിക്കുക. ഇപ്പോഴത്തെ ജീവിതം, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. പല കുട്ടികൾ ഇങ്ങനെയുള്ള രീതികളിൽ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പല കുട്ടികൾക്കും ഓട്ടിസം വരുന്നുണ്ട്. വിർച്വൽ ഓട്ടിസം എന്നാണ് ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു സ്റ്റഡിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. വിർച്വൽ ഓട്ടിസം. എന്താ വിർച്വൽ ഓട്ടിസം? ക്രിയേറ്റഡ് ബൈ ഈ മാതിരിയുള്ള മൊബൈൽ ഉപയോഗിക്കുന്ന ഡിസ്ട്രാക്ഷൻ. ഈ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറൊന്നും ഇല്ലാതെ കുട്ടി റിയൽ അല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് മാത്രമല്ല ഈ കുട്ടിക്ക് ആകെ വർക്കൗട്ട് ചെയ്യുന്നത് ബ്രെയിൻ മാത്രമാണ്. ഒരു കുട്ടിക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ മണ്ണിൽ കിടക്കണം, ഓടി നടക്കണം, കളി ഒന്നും ഇല്ലാതെ ആകെപ്പാട് ബ്രെയിൻ വർക്ക് ചെയ്ത് കുട്ടിയെ വല്ലാത്ത രൂപത്തിലാക്കി. അപ്പോൾ ഈ കുട്ടിക്ക് സംഭവിച്ചത് വേറെ ചില കാര്യങ്ങളാണ്. പക്ഷേ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിരുന്നു. പിന്നെ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റരുത്. അങ്ങനെ ഇവനെ നാട്ടിൽ കൊണ്ടുപോയി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് 21-ാം ദിവസം അവന് ഉണ്ടായിരുന്ന ഒരു മെയിൻ അസുഖം ഉണ്ടായിരുന്നു, അത് മാറി. അതിനുശേഷം ഇവൻ ഹൈപ്പർ ആക്റ്റീവായി കഴിഞ്ഞാൽ അവന് ഒരു വർഷം 1.5 വർഷത്തോളം ഞാനും എൻ്റെ വൈഫും കൂടെ വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചിട്ട് ഇവനെ ഒരു സ്കൂളിൽ തന്നെ, ആ സ്കൂളിലെല്ലാം തെറാപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ആദ്യം ഒരു ക്ലാസ്സിൽ തന്നെ ഇരിക്കാനായിട്ട് 10 മിനിറ്റ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത കുട്ടി അവസാനം വൈകുന്നേരം 4 മണി വരെ ക്ലാസ്സിൽ ഇരിക്കും. വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ സുമി സിറീഖ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ സ്വിമ്മറിൻ്റെ അവിടെ ചങ്ങനാശ്ശേരിയിൽ അവരുടെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ട് 1.5 മണിക്കൂർ വെള്ളത്തിൽ കിടത്തും. ഹീസ് ഇൻ ദ വാട്ടർ സ്വിമ്മിങ്. പഠിക്കാനൊക്കെ വളരെ വിഷമിച്ച് സ്വിമ്മ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ചില നേരം ഫുട്ബോൾ കളിപ്പിക്കും. വൈകുന്നേരം ഒരു ചെറിയ ട്യൂഷൻ 7 തൊട്ട് 8 വരെ. ഇത്രയും വരെ സഹിക്കാൻ അവൻ പറ്റി. പക്ഷേ അവൻ ഓരോന്ന് ചെയ്ത് പിന്നെ അതിന് ധാരാളമായിട്ട് മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റ്സ്, പാട്ട് പാടാൻ ഇങ്ങനെയുള്ളതിലൊക്കെ ടാലൻറ്റ് തോന്നും. അവർ പഠിപ്പിച്ച സ്കൂളിൽ യോഗ പഠിപ്പിക്കുമായിരുന്നു. ശ്ലോകങ്ങൾ പഠിക്കും, സാൻസ്ക്രിറ്റ് ഇവൻ അത്യാവശ്യം പഠിച്ചു. അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ എല്ലാ അസുഖവും മാറിയിട്ട് ഹി ഹാസ് ഗോൺ ബാക്ക്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ പരിചയമുള്ള പല ആൾക്കാരെയും അവിടെ കൊണ്ടുപോയി ഇതേ ട്രീറ്റ്മെൻറ്റ് നടത്തി അവർക്കൊക്കെ വളരെ വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. വിർച്വൽ ഓട്ടിസം, വിർച്വൽ എപ്പിലെപ്സി, ഇങ്ങനെയൊക്കെയുള്ള പല രോഗങ്ങൾ ഈ ലൈഫ് സ്റ്റൈലുകളിൽ നിന്ന് വരികയാണ്. ഇതെല്ലാം ഈ ക്രമമില്ലാത്ത ഈ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരെല്ലാം മാറ്റാൻ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കൊണ്ട് സാധിക്കും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഈ സ്ക്രോളിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് വലിയ ആളുകൾക്കും ധാരാളമുണ്ട്. അത് സ്ക്രോളിംഗ് സിൻഡ്രോം എന്ന് മാത്രമല്ല, ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ മൊബൈലിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടോ, ഇമെയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ടോ, എൻ്റെ പോസ്റ്റ് എത്ര പേര് ലൈക്ക് ചെയ്തു. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷനാണ് മനുഷ്യനെ സ്വന്തം ലക്ഷ്യത്തിൽ നിന്നും ഇവൻ ആരോഗ്യത്തിൽ നിന്നും അകലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ബിൽഗേറ്റ്സ് പോലത്തെ ആൾക്കാർ, മൈക്രോസോഫ്റ്റ് അവരുടെ കുട്ടികൾക്ക് അവർ കൊടുക്കില്ല. അതെ,
അവർ ദിവസം 10 മിനിറ്റ്സ് മോർണിംഗ് 10 മിനിറ്റ്സ് ഇൻ ദി ഈവനിങ് ഒക്കെ പറയുന്നത്. ആസ്ട്രേലിയയിൽ 14 ഇയേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് നിയമമായിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മുടെ ഹോളിവുഡിലെ ഒരു ആക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് അക്ഷയ് കുമാർ. യെസ്, അദ്ദേഹം 20 മിനിറ്റ് ഒരു ദിവസം മൊബൈൽ നോക്കുള്ളൂ പോലും. ബാക്കിയുള്ള സമയങ്ങൾ പുള്ളി പന്ത് കളിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഇത് കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഇത് പറഞ്ഞു വന്നത് ഇതുമായിട്ട് കൂട്ടി കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫാസ്റ്റ് ലൈഫിലേക്ക് പോകുന്നതും സൈലൻറ്റ് ലൈഫിലേക്ക്, മറ്റേ സാധാരണ ലൈഫിലേക്ക്, സാധാരണ പഴയ നമ്മുടെ നാടൻ ലൈഫിലേക്ക് വരുമ്പോൾ എല്ലാ ഇഷ്യൂസും തീരുകയാണ്. ഈ മാതിരിയുള്ള ഡിസീസസിൻ്റെ ഒക്കെ കാരണം ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ തന്നെ മൈൻഡ് ഫുൾ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന പല വലിയ CEO-മാരുണ്ട് സ്പോർട്സ്. അപ്പോൾ ഇത് തന്നെ വെയ്നർ, നമ്മുടെ ലിങ്ക്ഡിൻ്റെ 600 മില്യൺ മെമ്പേഴ്സുള്ളതാണ് ലിങ്ക്ഡിൻ. അദ്ദേഹം നന്നായിട്ട് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത ആളാണ്. അതുപോലെ ഹ്യൂ ജാക്ക്മാൻ, അദ്ദേഹം ഒരു വലിയ ഇതാണ്. അദ്ദേഹം ആക്ഷൻ ഹീറോ ആണ്, ബട്ട് ഹീസ് മോർ ഇൻ ടു ദിസ് മൈൻഡ്ഫുൾനെസ്. ലേഡി ഗാഗ സിംഗർ, അവരൊത്തിരി ജീവിതകാലത്ത് വളരെയധികം സെക്ഷുവലായിട്ടുള്ള പല അബ്യൂസുകളും കരുതിട്ട് അവർക്കെന്തോ വലിയ രോഗമുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കരമായ രോഗം വരുമ്പോൾ ഷീ മെഡിറ്റേറ്റ്സ്. പെയിൻ കില്ലർ. ഷീ ടെൽസ് when big pain comes I meditate and the pain is gone. അവരുടെ ഒരു ഭയങ്കര ഫേമസ് വാക്കാണ് അവർ. അതുപോലെ നമ്മുടെ ഓപ്ര വിൻഫ്രി ഇപ്പോഴത്തെ ഹെൽത്തിനെ പറ്റിയും വെൽനെസ്സിനെ പറ്റിയും എല്ലാം നന്നായിട്ട് സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരാളാണ്. അവർക്ക് എക്കാർട്ട് ടോളെ ജർമ്മൻ, അദ്ദേഹമാണ് അവരുടെ ഗുരു. നമ്മുടെ ദീപക് ചോപ്രയും അവരുടെ ഗുരുവാണ്. അപ്പോൾ അവരെല്ലാം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുകയും അവർ എത്രമാത്രമാണ് അവർക്കൊക്കെ ഫോളോവേഴ്സ് ഉള്ളത്. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ ഇതുപോലെയല്ല, ഇപ്പം ഇതിനെല്ലാം വലിയ വെസ്റ്റേൺ കൺട്രീസിൽ വലിയ അംഗീകാരം ഇതിന് കിട്ടിയിട്ടുണ്ട് ഈ പ്രാക്ടീസിന്. പലപ്പോഴും മൈൻഡ്ഫുൾനെസ് അല്ല, ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ, ധ്യാനമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നാമങ്ങൾ ജപിക്കുക എന്ന് പറയുമ്പോഴൊക്കെ അത് മതവുമായി കൂട്ടിക്കലർത്താണ് പലരും. പക്ഷെ അതുകൊണ്ടാണ് ജോൺ കബാൻസെന്ന് ദ ഫാദർ ഓഫ് സെക്യുലർ മൈൻഡ്ഫുൾനെസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും ഈ മതത്തിൻ്റെ, ഇപ്പോൾ ബുദ്ധമതം അതല്ലെങ്കിൽ ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ടാണ് ഈ പല ധ്യാനങ്ങളും ചിന്തകളും എല്ലാം പറയാറുള്ളതെങ്കിലും അതിനെ മതത്തിൽ നിന്ന് മാറ്റി മനുഷ്യന് ഡെലിവറൻസ് കിട്ടാൻ വേണ്ട ഒരു ആയുധമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് ലോകത്തിനെ പഠിപ്പിച്ചതാണ് പോൾ കബാൻസ്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ പുസ്തകമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫുൾ കാറ്റാസ്ട്രോഫിക് ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് പറയുന്നത് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ, കാറ്റാസ്ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ കാറ്റാസ്ട്രോഫിക്കൽ വന്നു കഴിഞ്ഞാൽ, വേർസ്റ്റ് കേസ് വന്നാലും നമുക്കതിനെ നേടുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ, കാരണം നമുക്ക് യഥാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ സന്തോഷമുള്ള മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒത്തിരി പരാജയങ്ങൾ നേരിട്ട, അവമാനങ്ങൾ നേരിട്ട ആളുകൾ മാത്രമേ ലോകത്തിലുള്ളൂ. നമുക്ക് ആരെയും പറയാൻ കഴിയില്ല. മഹാത്മാഗാന്ധിയോ മാർട്ടിൻ ലൂതർ കിങ്ങോ എബ്രഹാം ലിങ്കണോ എല്ലാവരും ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, പരാജയം കടന്നു പോയിട്ടുണ്ട്, ആരും അറിയാതെ കരഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം അവരെ പിടിച്ചു നിർത്താൻ സാധിച്ചത് ഈ പറയുന്ന പ്രസൻസ് ഓഫ് മൈൻഡ്ഫുൾനെസ്. പിന്നെ എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയാറുണ്ട്. എബ്രഹാം ലിങ്കൻ കുറേ നാളത്തെ ധീരപ്രയത്നത്തിന് ശേഷം അദ്ദേഹം പ്രസിഡൻ്റായി ചാർജിൽ സംസാരിക്കുമ്പോൾ ഒരാൾ പറയുകയാണ്, കൈ ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ അപ്പൻ ഉണ്ടാക്കിയ ചെരുപ്പാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിൻ്റെ അപ്പൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു എന്നുള്ള വാക്കായിരുന്നു. അദ്ദേഹം പ്രസൻസ് ഓഫ് മൈൻഡ് കൈവിട്ടില്ല. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അപ്പൻ ഉണ്ടാക്കിയ ചെരുപ്പാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായ ചെരുപ്പായിരിക്കും, ഒന്ന് ആ ചെരുപ്പ് കൊണ്ടുവരും, ഞാൻ അത് കയ്യിലെടുക്കട്ടെ, ഒന്ന് കാണട്ടെ. ആ ശത്രുവായയാൾ, കളിയാക്കിയാൽ അന്ന് മുതൽ എബ്രഹാം ലിങ്കൻ്റെ ഉറ്റ സുഹൃത്തായി മാറി. അതാണ് പവർ ഓഫ് മൈൻഡ്ഫുൾനെസ്, ദ സ്പേസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റിയാക്ഷൻ. ആ ഒരു ഗ്യാപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് പോസ് ചെയ്യാൻ സാധിച്ചാൽ പല ദുരന്തങ്ങളും ഒഴിവാക്കാം, പല ബന്ധങ്ങളും നിലനിർത്താൻ സാധിക്കും, പലരെ കൊല്ലുന്ന ഒഴിവാക്കാൻ സാധിക്കും, പല മോശമായ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും, സ്ട്രെസ് ഒഴിവാക്കാൻ സാധിക്കും, ടെൻഷൻ ഒഴിവാക്കാൻ സാധിക്കും, ആങ്സൈറ്റി ഒഴിവാക്കാൻ സാധിക്കും. അതിനുണ്ടാകുന്ന നേട്ടം എന്താണ്? രോഗങ്ങളില്ലാത്ത ജീവിതം, അതല്ലെങ്കിൽ സക്സസ് ആയ ജീവിതം, റിച്ചായ ജീവിതം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ അദ്ദേഹം ഡോക്ടർ പറഞ്ഞു, ഈ പല വലിയ മഹാന്മാർ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ബുദ്ധൻ പറഞ്ഞത് അത് തന്നെയാണ്. ബുദ്ധൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം സഫറിങ്ങാണ്.
ഹ്യൂമൻ ലൈഫ് ഈസ് സഫറിങ്. സഫറിങ്. അത് ആരാണെന്നുള്ളതൊന്നുമില്ല. ആര് ഈ ഭൂമിയിൽ ജനിച്ച് വീണോ, ഹി ഹാസ് ടു സഫർ. അത് ഗാന്ധിജി ആയിക്കോട്ടെ, മാർട്ടിൻ ലൂതർ കിങ് ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇപ്പോൾ ഉള്ള വലിയ വലിയ നേതാക്കന്മാരായിക്കോട്ടെ, അവരെല്ലാം സഫറിങ്സ് ഒത്തിരി അവർക്ക് വരുന്നുണ്ട്. അവർക്ക് അത് ഒരു ഫാക്റ്റാണ്. സഫറിങ്സ് ഈസ് ദർ. സാധാരണ എല്ലാ മനുഷ്യരും സഫർ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഈ ബൈബിളിൽ നമ്മൾ ഈ കാണുന്ന എല്ലാം തെളിഞ്ഞ് കാണുന്ന പലരും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുന്ന വ്യക്തിത്വങ്ങളാണ് മനസ്സിലാകാത്തത്. അതുപോലെ ഇംപെർമനൻസ്, ഒരു കാര്യത്തിൽ സ്ഥിരതയില്ല. ഇന്നലെ നമ്മുടെ സുഹൃത്തായി നടന്നവർ, വലിയ സുഹൃത്തായി നടന്നവർ ഇന്ന് കണ്ട തിരിഞ്ഞു നോക്കില്ല, സംസാരിക്കില്ല. എങ്ങനെ എത്ര ഒരു കാലത്ത് ഏറ്റവും ധനികനായിട്ട് നടന്നവൻ ഇന്നിപ്പോൾ ആരുമില്ലാതെ ഇതായിട്ട് നടക്കുന്ന എത്രയോ അവസ്ഥകൾ. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ഒരു സാധനം, ഇതൊരു സത്യമാണ്. പക്ഷെ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമുക്ക് ഈ ഒരു സാധനം ഗുണം ചെയ്യും. അതാണ് ആ ബുദ്ധൻ തന്നെ കൊടുത്താണല്ലോ ഇത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബുദ്ധനാണ് അതിന് ശരിയായ രീതിയിലുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യം തുടങ്ങിയത്. ഗീതയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതയിൽ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. ഗീതയിൽ അർജുനോട് കർമ്മമില്ലാതെ ഫലമില്ല. അല്ല, നീ കർമ്മം ചെയ്യാം, ഫലം ആഗ്രഹിക്കും. നിഷ്കാമ കർമ്മം അല്ലേ? നിഷ്കാമ കർമ്മം, സകാമ കർമ്മം. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കേണ്ടതെന്നാണ് പറയണത്. യു ഡു യുവർ ജോബ് നൗ, സീ ദ റിസൾട്ട് ഈസ് സംതിങ് എൽസ്. അത് നമുക്ക് കിട്ടാതിരിക്കാം. അത് നമുക്ക് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നിൻ്റെ വർക്ക് എടുക്കില്ല. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് പറഞ്ഞ് മാത്രം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ പഠിക്കാൻ പോലും പറ്റാതിരിക്കും. ഫസ്റ്റ് റാങ്കിലായിരിക്കും എൻ്റെ ശ്രദ്ധ. ഒരു ബാറ്റ്സ്മാൻ, ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ സെഞ്ചുറി അടിക്കണമെന്നും പറഞ്ഞിട്ട് അവൻ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 റൺസ് പോലും അടിച്ചില്ലാതിരിക്കും. അതേസമയം അവൻ വരുന്ന ഓരോ ബോളും കൃത്യമായി ഓരോ ബോൾ ബൈ ബോൾ ലെവലിലെടുത്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പക്ഷേ അയാൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്ത ശേഷം ഗോളിനെ മറക്കുക. പ്രോസസ്സ് എന്താണ്? ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കാണ് വിജയിക്കാൻ സാധിക്കും. അതാണ് മൈൻഡ്ഫുൾനെസ്. അതുകൊണ്ടാണ് കർമ്മണ്യേവാധികാരസ്ഥ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു ബേസിക്. ബുദ്ധൻ പറഞ്ഞതിന് അവസാനത്തെ കാര്യമാണ് ധർമ്മ. മൈൻഡ്ഫുൾനെസ്സിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ധർമ്മം. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾക്ക് മൈൻഡ്ഫുൾ ആകാൻ സാധിക്കുന്നുണ്ടോ? ആ കർമ്മം പോസിറ്റീവായ കർമ്മമാണോ? മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു 4 പില്ലറുകളിൽ ഒന്നാണത്. ഒന്നാമത്താണ് ബോഡി, മനസ്സിൻ്റെ, നമ്മുടെ ശരീരം എങ്ങനെയാണ്. അപ്പോൾ അതിന് നമ്മൾ പൊതുവേ മൈൻഡ്ഫുൾനെസ്സിന് ഉപയോഗിക്കുന്നതാണ് ബോഡി സ്കാൻ. നമ്മൾ അത് പൊതുവേ മെഡിറ്റേഷനിൽ ധ്യാനത്തിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ കസരയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും സ്കാൻ ചെയ്യുക. നമ്മുടെ തലമുടി മുതൽ കാൽപാദം വരെ എല്ലാ അവയവങ്ങളെയും അത് നാം എക്സ്പീരിയൻസ് ചെയ്യുന്നതായി. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ അവയവങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ചെവി ഉണ്ടെങ്കിൽ ചെവി കേൾക്കാൻ സാധിച്ചുവെന്നും കണ്ണുണ്ടെങ്കിൽ കണ്ണ് കാണാൻ സാധിച്ചുവെന്നും കാലുണ്ടെങ്കിൽ നടക്കാൻ സാധിച്ചുവെന്നും നാം ചിന്തിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡോടെ ഇവയെ ഒരു തളർത്തി സ്ലീപ്പിംഗ് മെഡിറ്റേഷനിലേക്ക് പോകുന്ന ഒന്ന്. രണ്ടാമത് ടാപ്പിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ സെൻസിങ്. ഈ സെൻസ്, കാരണം ടച്ച് എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മാതാപിതാക്കൾ നാം ജനിച്ചപ്പോൾ തന്നെ നമ്മെ ആരോ ടച്ച് ചെയ്താണ് നാം ഭൂമിയിലേക്ക് വന്നത്. ടച്ച് മനുഷ്യന് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഈ ടാപ്പിംഗ് എക്സസൈസിലൂടെ പൊതുവെ പറയുന്ന കാര്യമാണ്. അതിന് ഈ മനുഷ്യന് പല അക്യുപഞ്ചർ പോയിൻറ്റ്സ് ഉണ്ട്, പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രഷറിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം സ്ട്രെസ് റിലീസ് ചെയ്യാനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നു പറയും. അപ്പോൾ പൊതുവെ പറയുന്നതാണ്, അപ്പോൾ നമ്മുടെ തലയിൽ ഏറ്റവും ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യാം, ഇങ്ങനെ കൈ ചെവിയോടെ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. രണ്ടാമത് നമുക്ക് കണ്ണിൻ്റെ ഐബ്രോസിൻ്റെ മേളിൽ നമുക്കിവിടെ ടാപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യാം. അതുപോലെ ഹൃദയത്തിന് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഐബ്രോസ് താഴെയുള്ള ഈ ബോൺസിൽ നമുക്ക് മസാജ് ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ചെവിയുടെ ഇവിടെയും ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട്, ഇവിടെ ചെയ്യാം. പിന്നെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ചെയ്യാൻ സാധിക്കും, പിന്നെ ഇവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ടാപ്പിംഗ് അക്യുപഞ്ചർ പ്രഷർ പോയിൻറ്റ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ബോഡി അത് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ സാധിക്കും. ബോഡി സ്കാൻ അല്ലെങ്കിൽ ടാപ്പിംഗ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ, ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതാണല്ലോ, എങ്ങനെ മൈൻഡ്ഫുള്ളായി മെഡിറ്റേറ്റ് ചെയ്യാം. അതുവഴി മനസ്സിനെ എങ്ങനെ നമുക്ക് കേജ് ദ മങ്കി എന്ന് പറയും, ഓടിപ്പോകുന്ന അല്ലെങ്കിൽ ചാടിപ്പോകുന്ന കുരങ്ങിനെ തിരിച്ച് കൂട്ടിലടയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ വരുത്തുന്ന ബോഡി സ്കാൻ. ഇതിൽ തന്നെ ഗീതയിൽ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ മനസ്സിൻ്റെ ചഞ്ചലത്വം പറഞ്ഞുകൊണ്ട് പറയാം. ഈ അർജുനൻ പറയുന്നുണ്ട്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എനിക്കെപ്പോഴും ഇങ്ങനെ പല തോട്ട്സ് വരുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് കൃഷ്ണൻ പറയാണ്, അസംശയം മഹാബാഹോ നിർഗ്രഹണം ചലം.
അഭ്യാസേനത് കൗന്ദയ വൈരാഗ്യേണത് ഗൃഹ്യത. അതെ. അഭ്യാസം കൊണ്ട് ഇത് മനസ്സിനെ ഈ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പർവ്വതത്തെ പിടിച്ചു മാറ്റുന്നതിന് തുല്യമാണ്. അത്രമാത്രമാണ് മനസ്സിൻ്റെ പ്രശ്നം. മനസ്സാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ അത് അഭ്യാസേനത് കൗന്ദയ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഡിറ്റാച്ച്മെൻറ്റ്. അതായത് നമ്മൾ ഈ നമ്മുടെ ഈ എന്താ പറയുക, ഫ്യൂച്ചറിനെ പറ്റി കൂടുതൽ ആകാംക്ഷയായിട്ടിരിക്കാതെ അത് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കാൻ ആണ് അതിലും പറയുന്നത്. അതൊരു സൈക്കോളജിസ്റ്റ് തന്നെ. ഈ സൈക്കോളജി ഇപ്പോൾ ധാരാളം സൈക്കോളജി തന്നെ, സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. അതെ അതെ. ഇപ്പം നമ്മുടെ സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ ധാരാളമായിട്ട് കളികൾ നമ്മുടെ സ്പോർട്സിൽ, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ വേൾഡ് ചാമ്പ്യൻ ടെന്നീസിൻ്റെ ജോക്കോവിച്ച് നല്ല രീതിയിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓരോ മൊമെൻറ്റും എന്താണ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ സെറീന വില്യംസ് വേറെ ഒരു ഇതാണ്. ധാരാളം NBA പ്ലേയേഴ്സ്, അമേരിക്കയിലെ NBA വോളിബോൾ, ബാഡ്മിൻ്റൺ, എല്ലാവരും പ്ലേയേഴ്സ്, അവരെല്ലാം നന്നായിട്ട് പൈസ കിട്ടും. ഈവൻ നമ്മുടെ വിരാട് കോഹ്ലി നന്നായിട്ട് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അഗ്രസീവായിട്ടൊക്കെ നിൽക്കാൻ പറ്റും. ഈ മൊമെൻറ്റ് ബൈ മൊമെൻറ്റാണ്. അയാളുടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അയാളുടെ കളികളിലൊക്കെ ശ്രദ്ധിച്ചാൽ. അയാൾ വേറെ റിസൾട്ട്സിനൊന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ല. കളി നന്നായിട്ട് ആ ഓരോ നിമിഷത്തിൽ അയാൾ പ്രതികരിച്ച് അങ്ങ് പോവുക. ഫിലിം സ്റ്റാർസിലെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ധാരാളം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോളിവുഡിൻ്റെ പറഞ്ഞു, ഇവിടെ ഇന്ത്യ തന്നെയാണെങ്കിൽ രജനീകാന്ത്, അദ്ദേഹം വലിയ പ്രത്യേക ഒരു യോഗ ഉണ്ടല്ലോ, ക്രിയായോഗ ഒരു യോഗയാണ് അദ്ദേഹം പ്രാക്ടീസ്. നമ്മുടെ കേരളത്തിൽ തന്നെ മോഹൻലാലും ഒക്കെ ഈ മെഡിറ്റേഷൻ, അദ്ദേഹം ഓഷോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ വളരെയധികം വിജയിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണുന്നുണ്ട്. ഈ പല മതങ്ങളിലും ക്രിസ്ത്യമതം, ക്രിസ്തുമതം, ഹിന്ദുമതം, മുസ്ലിം, ബുദ്ധ, ഇതെല്ലാത്തിലും ഒരേപോലെ പറയുന്ന ഒന്നാണ്. അതിനെ ചിലപ്പോൾ ധ്യാനമെന്നായിരിക്കാം പറയുന്നത്. ഇപ്പോൾ ബൈബിളിൽ സങ്കീർത്തന പുസ്തകങ്ങൾ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജീസസ് ക്രൈസ്റ്റ് പല സമയങ്ങളിൽ മലയിൽ പോയി തനിയിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏലീശ പ്രവാചകൻ ഇവരൊക്കെ ധ്യാനിക്കാനായിട്ട് പോയതായി പറയുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് പുതിയ നിയമത്തിലേക്ക് കടന്നൊരു അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പറയുന്നുണ്ട്, ആകാശത്തിലെ പറവിയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ആ വയലിലെ താമരയെ നോക്കുവിൻ, അവ പുഷ്പിക്കുന്നു, അവ വളരുന്നു. നിങ്ങൾ മനുഷ്യർ എന്തിന് ആകുലപ്പെടണം? എനിക്ക് അന്നത്തേക്കുള്ള അന്നം അന്നു തരണം വേണമെന്ന്. അതാ ഡെയിലി ആ മൊമെൻറ്റ് തന്നെയാണ്. അന്നത്തെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡോണ്ട് തിങ്ക് ഓഫ് ദി ഫ്യൂച്ചർ, ഡോണ്ട് തിങ്ക് ഓഫ് ദി പാസ്റ്റ്. അന്നത്തെ കാര്യം നല്ലല്ലേ. കവലപ്പെടാതെ, തമിഴിലല്ല വേറൊരു വാക്കില്ലേ, ഭയപ്പെടാതെ ഞാൻ നിന്നോട് കൂടെ. അതിനകത്ത് ഞാൻ പറയുന്നത് ആ ഒരു കോൺഫിഡൻസ് കൊടുക്കണം. അതിനകത്ത് ഈ ഞാൻ നിന്നോട് കൂടുകയെന്ന് പറയുന്ന വാക്കിൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് പോയാൽ ഈ യഹോവയായ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. അപ്പോൾ ആ വാക്കെടുത്താൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അതിനുള്ള സൊല്യൂഷൻ നിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തൊരു ഫിലിപ്പിയർ എന്ന് പറയുന്നൊരു സഭയ്ക്ക് സെയിൻറ്റ് പോൾ എഴുതുന്നൊരു ലേഖനമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും നന്ദി കരയേറ്റുക അത്രേ വേണ്ടത്. അപ്പോൾ ഈ ഗ്രേറ്റ്ഫുൾനെസ് ഓർ താങ്ക്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. കൈൻഡ്നെസ് എന്ന് പറയുന്ന പോലെ ഓരോ കാര്യത്തിനും നന്ദി പറയാൻ സാധിക്കുക. ഇപ്പോൾ എനിക്ക് കുഞ്ഞു മോളുണ്ട്, 4 വയസ്സായ മോള് പലപ്പോഴും ഭക്ഷണം കഴിക്കാനായിട്ട് വാശി പിടിക്കും. അപ്പം അവളോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ കുടിക്കുന്ന പാല്, നീ കുടിക്കുന്ന ഗ്ലാസ്, നീ കഴിക്കുന്ന പഞ്ചസാര, നീ അതിനകത്തിടുന്ന ബൂസ്റ്റ് അല്ലെങ്കിൽ പൗഡർ, ഇതൊന്നും കാണാൻ പോലും കഴിയാത്ത ധാരാളം ആളുകൾ ലോകത്തുണ്ട്. അപ്പോൾ ഓരോന്നിനെയും എണ്ണി ബിറ്റ് ബൈ ബിറ്റ്. ഇപ്പോൾ ഒരു ചോറുണ്ടെന്നയാൾ എത്രയോ കർഷകൻ്റെ വേർപ്പിൻ്റെ ഫലമാണ് ഒരു നുള്ള അരി, ഒരു മണി അരി. അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രൊഫൗണ്ടായിട്ടുള്ള ജോയ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. പല ആളുകൾക്കും കുറ്റമായിട്ട് പറയുന്നതല്ല, ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് മനുഷ്യൻ 99% 99 സ്വർണ്ണ നാണയമുള്ളവൻ ഒരു നാണയം കൂടി കൂട്ടി 100 ആക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇല്ലാത്തതിലേക്ക് നോക്കുന്ന 90% സമയം നെഗറ്റീവ് ചിന്തിക്കുന്ന സമൂഹത്തിൽ മൈൻഡ്ഫുൾനെസ് റെവല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വലിയ നല്ലൊരു പ്രാക്ടീസാണ്. ഇനി രണ്ടാമത് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നതാണ് ജേർണലിംഗ്. നമ്മുടെ ചിന്തകളെ ഒന്ന് എഴുതാൻ സാധിക്കുമോ? അപ്പോൾ ഇത് പല സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റും പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ ചിന്തകളെ എഴുതുകയാണെങ്കിൽ ഒരു 90% നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതെയായി മാറുന്നു. അപ്പോൾ ചിന്തകൾ എഴുതുന്ന ജേർണലിംഗ് പ്രാക്ടീസ് വളരെയധികം പ്രയോജനം ചെയ്യുന്ന, ലേബലിംഗ് യുവർ തോട്ട്സ് ആൻഡ് റൈറ്റ് ഇറ്റ്.
റൈറ്റ് ജേർണലായിട്ടൊരു പുസ്തകത്തിൽ നിങ്ങളുടെ ചിന്തകൾ എഴുതുക. അതല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകെ എന്താണ് നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എഴുതുക. അപ്പോൾ അതാണ് ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്. യഥാർത്ഥം ഞാൻ ആകുലപ്പെടുന്നത് അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഡിപ്രസ്ഡ് ആകുകയോ ആങ്ഷ്യസ് ആകുകയോ സ്ട്രെസ് ആകുകയോ ചെയ്യുന്നതിൻ്റെ കാരണം മനസ്സിലാക്കാൻ ഈ എഴുത്ത് ആവശ്യമാണ്. ഈ ജേർണലിംഗ് നമുക്ക് നമ്മുടെ വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ എഴുതാം. ഒപ്പം തന്നെ നമ്മുടെ ചിന്തകളെയും എഴുതാം, ലേബൽ ചെയ്യാം, നോട്ട് ചെയ്യാം. അതുവഴി നാം പ്രസൻറ്റിലേക്ക് വരികയാണ്. ഞാൻ ചിന്തിക്കുന്ന ഇതാണ്, എൻ്റെ ചിന്തയെ ഞാൻ പുതിയ തലത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന്. ജഡ്ജ്മെൻ്റ് ഇല്ല. ഞാൻ ഒരിക്കലും എൻ്റെ ചിന്ത തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ചിന്ത ഇങ്ങനെ വരുന്നു. അക്സെപ്റ്റൻസ്. ആദ്യം പറഞ്ഞതുപോലെ മേഘങ്ങളിങ്ങനെ പറന്നു പോവുകയാണ്. അതിൻ്റെ സൈഡിലൂടെയും മുകളിലൂടെയും പറന്നു പോകുന്നുണ്ട്. പക്ഷേ എന്നെ അത് ഒട്ടും ബാധിക്കുന്നില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്നാണ് മെൻ്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെൻ്റൽ പവർ. ഇതിന് പറയാറുണ്ട്, ഒരു മുളയോട് സങ്കല്പിക്കും മനസ്സിനെ. വലിയൊരു മുള, ചൈനീസ് ബാമ്പു, അത് താഴത്തിലേക്ക് വേരൂന്നി വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഒരു മുളയാണ്. വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഈ മുള ഇങ്ങനെ വളയും, പക്ഷെ ഒരിക്കലും അത് ഒടിയില്ല. അതുപോലെ തന്നെയാണ് പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാലും എത്രമാത്രം വളയാൻ സാധിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുമായിരിക്കും. ശക്തമായ മരങ്ങൾ അല്ലെങ്കിൽ വലിയ ബലമുള്ള മരങ്ങളൊക്കെ കടപഴുകി വീഴുകയും ഒടിഞ്ഞു വീഴുകയും ചെയ്യും. പക്ഷേ ഈ മുള അതിൻ്റെ ആ കാറ്റിൻ്റെ ശക്തിയിൽ പതിയെ താഴ്ന്നു കൊടുക്കുകയും ആ കാറ്റ് കടന്നു പോവുകയും മുളയ്ക്കൊന്നും സംഭവിക്കാതെ പോകുന്നതുകൊണ്ട്. അപ്പോൾ ആഴത്തിൽ വേരൂന്നുകയാണ്. ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ ആഴത്തിലേക്ക് തൻ്റെ മൂല്യങ്ങളും ഒപ്പം തന്നെ മൈൻഡിൻ്റെ ശക്തിയും കൂട്ടുകയും ഒപ്പം തന്നെ ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾ വരുമ്പോൾ അത് എന്നെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കലക്ക വെള്ളം എടുക്കുക. കലക്ക വെള്ളം നാം ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും കലങ്ങി തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷേ കലക്ക വെള്ളത്തെ ഒന്ന് ശാന്തമായി ഒന്ന് അനങ്ങാതെ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ആ അഴുക്കുകളെല്ലാം ആ ഗ്ലാസിൻ്റെ അടിയിൽ തട്ടി ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നീട് നമുക്ക് പ്യുവറായിട്ടുള്ള വാട്ടർ മേളിൽ കാണാൻ സാധിക്കും. ഇതിന് സ്റ്റിൽനെസ് എന്നാണ് പറയുന്നത് അല്ലേ? സ്റ്റിൽനെസ്. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഡിസ്ട്രാക്ഷൻ ലോകത്തിൽ എങ്ങനെ സ്റ്റിൽനെസ് കൊണ്ടുവരിക? എപ്പോഴും വിളച്ചിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് എപ്പോഴും മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഒരിക്കലും ഒരു കാം ആൻഡ് സ്റ്റിൽനെസ് ഉണ്ടാകുന്നില്ല. ഇതിനെ ന്യൂറോ സയൻസിൽ ആദ്യം ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ന്യൂറോ സയൻസിൽ പറയുന്നത് ദ കാം ടീം ആൻഡ് ദ സ്ട്രെസ് ടീം എന്ന് പറയും. ഇപ്പോൾ കാം ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ഒപ്പം തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്. അപ്പോൾ അതാണ് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഈ റെസ്പോൺസ് സ്പേസ് ഇട്ട ശേഷം എനിക്ക് ശരിക്കും സ്ട്രെസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ക്ലാസിക്കലായിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഓവർ തിങ്ക് ചെയ്യുന്നു. ഈ വിഷയം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനാണ്. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ചെയ്യുക. അപ്പോൾ ഈ അതിനെ പറയുന്നത് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാറുണ്ട്. മൈൻഡ് മാപ്പിംഗ്, മനസ്സിൽ ചിന്തയെ എഴുതുക. ഓക്കെ, എനിക്ക് പരീക്ഷയെക്കുറിച്ച് സ്ട്രെസ്സാണ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഞാൻ പഠിക്കണം, അതല്ലെങ്കിൽ ഞാൻ പഠിച്ചാലും ജയിക്കില്ല, തീർന്നു. അപ്പോൾ ഈ മൈൻഡ് മാപ്പ് എഴുതിക്കൂടെ നമുക്ക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ, മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ സാധിക്കുമെന്നും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ സ്ട്രെസ് ടീം കാം ടീം എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് ഒപ്പം തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സും ചേർന്ന് പ്രവർത്തിച്ച് അത് കാം ആൻഡ് ക്വയറ്റായി സമയം കൊടുത്തുകൊണ്ട് ചിന്തിക്കുകയാണ്. ഞാൻ ശരിക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ടെൻഷൻ അടിച്ചാൽ, സ്ട്രെസ് അടിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്ക് രോഗങ്ങൾ വരും, എനിക്ക് ശ്വാസകോശ പ്രശ്നം ഉണ്ടാകും, എനിക്ക് ഫൈബ്രോമയോളജി വരും, ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉണ്ടാകും, എൻ്റെ പ്രായം പെട്ടെന്ന് കൂടും, ഞാൻ നരയ്ക്കും, എൻ്റെ മുഖത്ത് ചുളിവുകൾ വരും, എനിക്ക് ശ്വാസം മുട്ടുണ്ടാകും, എനിക്ക് പല പല രോഗങ്ങൾ വരും. അതെയോ ഞാൻ കുറച്ചുകൂടി ശാന്തമായി ചിന്തിച്ച ശേഷം എനിക്കിതൊന്നും ഇത്രയും സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതാണ് പാരാസിമ്പത്തറ്റിക് ആൻഡ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ടീം. പക്ഷേ 99% ആളുകളും മറ്റേ സ്ട്രെസ് ടീമിലാണ്. അമിഗ്ഡല പ്ലസ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമോഷണൽ ആകുകയാണ്. അയ്യോ, ഈ പ്രശ്നം എൻ്റെ കടം കൂടിയാൽ എൻ്റെ വീട് ജപ്തി ചെയ്യും, എൻ്റെ ജോലി പോകും, എൻ്റെ ഭാര്യ ഭർത്താവ് ഇട്ടിട്ട് പോകും, എൻ്റെ മക്കൾ വഴിയാധാരമാകും, എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ജോലി ചെയ്ത് പറഞ്ഞു വിടും. മൊത്തം ഒരു ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡ് ശരീരത്തിലുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്ന സ്ട്രെസ്സിനെ മാറ്റാൻ മൈൻഡ്ഫുൾനെസ് ജാതിമത ഭേദമന്യേ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്.
അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മൈൻഡ്ഫുൾനെസ്സിൽ എൻജോയ് ചെയ്യാൻ കാരണം എന്നെ സംബന്ധിച്ച് പരാജയങ്ങളെ മറികടക്കാനുള്ള ശക്തി നൽകിയത് മൈൻഡ്ഫുൾനെസ്സാണ്. പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയിലെ പരാജയം മാത്രമല്ല, ജീവിതത്തിലെ വലിയ പരാജയങ്ങൾ. ആദ്യം പറഞ്ഞ ആ മുള കൊടുങ്കാറ്റടിക്കുമ്പോൾ എങ്ങനെ തിരിച്ച് ഉയർന്നു വരുന്നുവോ അതുപോലെ തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ? പരാജയത്തെ എങ്ങനെ മൈൻഡ്ഫുൾനെസ് കൊണ്ട് നേരിടാം? പരാജയം നമുക്ക് ഓരോന്നുണ്ടാവുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വരും. ഏതായാലും പരാജയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും പ്രവർത്തനത്തിന് ഉള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാകും. കാരണം എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമല്ലോ. വി ഹാവ് ടു സർവൈവ്, യു ഹാവ് ടു ഡു വാട്ട് യു ക്യാൻ ഡു നൗ, ദാറ്റ് യു ഡു. അങ്ങനെ ചെയ്യാനുള്ളൊരു ഇത്. എല്ലാം തകർന്നു കഴിഞ്ഞാലും വീണ്ടും ഒരു ചെറിയ കച്ചവടമായിട്ട് നടക്കുന്ന ആളുകളെ പോലെ ഇതെല്ലാം ആത്യന്തികമായിട്ട് ഒരു നിമിഷത്തെ ശ്വാസം തീരുമ്പോൾ പോകുന്നതാണല്ലോ മനുഷ്യജന്മം. അപ്പം ഇതിനെപ്പറ്റി അത്ര ഭയങ്കരമായിട്ടൊന്നും നമ്മളൊന്ന് ചിന്തയോടുകൂടിയായിരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. അതെ. ഈ ഇംപെർമനൻസിനെ പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. ബുദ്ധൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധൻ ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളായിരുന്നില്ലല്ലോ. ഹി വാസ് നോട്ട് അക്സെപ്റ്റിങ് എനി ഡേറ്റി. ഒരു പ്രാർത്ഥനയില്ലല്ലോ. ബുദ്ധന്മാർ അവർ വേറൊന്നുമില്ലല്ലോ. മനസ്സ് ശരീരം എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ മാത്രമേ അദ്ദേഹം വാങ്ങിയിട്ടുള്ളൂ. ഈവൻ കോൺഷ്യസിനെ പറ്റി പോലും മറ്റ് പല ഇതുള്ള ബുദ്ധനൊന്നും പറഞ്ഞിട്ടില്ല. മൈൻഡ്, ബോഡി. പക്ഷേ ഈ പറയുന്നത് ഇംപെർമനൻസ്, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ഉദ്യോഗസ്ഥനായിട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥനാണെന്ന് വല്ലയിടത്തും പറയാൻ പറ്റുമോ? അല്ല. വേറെ സ്റ്റേജ്. പണ്ട് നമ്മളൊരു കുട്ടിയായിരുന്നു, സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു. അച്ഛനോട് കാശ് ചോദിച്ചു, അമ്മയോട് കാശ് കിട്ടും. ഇപ്പോൾ അച്ഛനെവിടെ? അച്ഛനൊക്കെ മറഞ്ഞു പോയില്ലേ? ഒന്നുമില്ലല്ലോ ഇവിടെ. എന്നും സ്ഥിരമായി നിൽക്കുന്ന ഒന്നുമില്ല. അപ്പോൾ അതുപോലെ പരാജയവും വിജയത്തെ അങ്ങനെ തന്നെ കണക്കാക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്.